ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കട്ടെ. വളരെ പരിചിതമായ ഒരു വേദശകലമാണ് ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് വായിച്ചത്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചോ. എന്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. നാട്ടിലാണോ പഠിച്ചത്? മലയാളം പഠിച്ചിട്ടുണ്ടോ? സ്കൂളില്. അപ്പൊ അതിലെ പല ഈ പ്രയോഗങ്ങളുണ്ട്. ഉപമയെന്ന് പറഞ്ഞാൽ എന്നാ പറ? വേറെ ചോദിക്കാൻ തരാ. ഇവിടെ ചോദിച്ചതിനും മറുപടി പറഞ്ഞിട്ട് ചോദ്യം ഇഷ്ടം പോലെ ഞാൻ തരാ. സമാധാനപ്പെട്. ഒന്നിനോടൊന്ന് സാദൃശ്യം ഉപമയാമിത്. അപ്പൊ ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമ. അപ്പൊ അലങ്കാര ഭാഷയിലുണ്ട്. അലങ്കാരം എന്തോ? അലങ്കാരം അലങ്കാരം അലങ്കാരത്തിന്റെ ലക്ഷണം ഓർത്താൽ അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം. ഇങ്ങനെ അലങ്കാരങ്ങളെ തീർക്കാൻ 4 ധാനിക സാധനമെന്ന 4 സാധനം കൊണ്ട് അലങ്കാരം ഒപ്പിക്കുന്നത്. ഓർത്താൽ അതിശയം, സാമ്യം, വാസ്തവം, ശ്ലേഷം. ഈ 4 സാധനം കൂടെ ഒന്നിച്ചു വെക്കുമ്പോഴാ അലങ്കാരമാക്കുന്നത്. ഉപമ ഒന്നിനോടൊന്ന് ഉൾപ്രേക്ഷയോ? അതാ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൾപ്രേക്ഷാക്കിയ അലങ്കൃതി. കുസുമമഞ്ജരിയോ? അതുകൂടെ ചോദിച്ചങ്ങ് പോവാ. കുസുമമഞ്ജരി എന്നിട്ട് പറഞ്ഞല്ലോ. പറ, ഉറക്കെ പറ. സ്തോത്രം പറഞ്ഞാന്നോ? കുസുമമഞ്ജരി വൃത്തമൊക്കെ പഠിച്ചല്ലയോ? വൃത്തത്തിലായല്ലോ. രംനരം നരനരം നരം രംനരം നരനരം നിരന്ന് വരുമെങ്കിലോ കുസുമമഞ്ജരി പണ്ട് പഠിച്ചല്ലയോ? പണ്ട് നീണ്ട കുശ സൂചി കൊണ്ടൊരു മൃഗം മുഖത്തിൽ മുറിവേറ്റതായി കണ്ടെന്ന് ഇവരവരോപണത്തിനുടലോടലെണ്ണ തടവിയിലയോ. പണ്ട് പഠിച്ചതാ. നിങ്ങളുടെ അത്ര ഒന്നും പഠിച്ചില്ലെങ്കിൽ ഞാൻ 1-2 ക്ലാസ്സൊക്കെ പോയതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ അലങ്കാര ഭാഷയിൽ ഉപമകളായിട്ട് ഉത്തമഗീതത്തിൽ അനവധി സംഭവങ്ങളുണ്ട്. അതില് ദൈവസഭയെ ഉപമിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഉപമയാണ് ഇന്ന് രാത്രി പൊതുവിൽ വായിച്ചു കേട്ടത്. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസി. എന്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിച്ചിരിക്കുക. ഒരു ഉപമയാ. ദൈവസഭയാകുന്ന കാന്ത അല്ലെങ്കിൽ മണവാട്ടി, സുമുഖിയായ സുന്ദരിയായ ഈ മണവാട്ടി സഭയെ അല്ലെങ്കിൽ കാന്തയെ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഉപമിച്ച് നിർത്തിയിരിക്കുക. ഈ വേദപുസ്തകം മൊത്തത്തിൽ പഠിക്കുമ്പോൾ ഇസ്രായേല് ദൈവത്തിന്റെ കാന്തയും ദൈവസഭ ക്രിസ്തുവിന്റെ കാന്തയും, അങ്ങനെ ഇത് തരംതിരിച്ച് പഠിക്കുന്നത്. ഇസ്രായേൽ ദൈവത്തിന്റെ കാന്തയും ദൈവസഭ ക്രിസ്തുവിന്റെ കാന്ത. അപ്പൊ അങ്ങനെ ആ ചിന്താഗതിയോടെ പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് നന്നാകും. വേദപുസ്തകത്തിലെ വളരെ നല്ലൊരു പുസ്തകമാ ഉത്തമഗീതം. പേര് തന്നെ നല്ലതാ. ഇങ്ങനെ ഉത്തമഗീതമാ. പാട്ടുകളുടെ പാട്ട്. ഇപ്പോഴത്തെ ഗീതമൊക്കെ കേട്ടാൽ നമുക്ക് സങ്കടം വരും. ഇത് നല്ല സന്തോഷം ഉളവാക്കുന്നതാ ഉത്തമഗീതം. സാധാരണ ഈ ദൈവദാസന്മാരാന്നേലും ദൈവകുഞ്ഞുങ്ങളാന്നേലും പൊതുരംഗത്തിൽ വരുമ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം എല്ലാ അധ്യായവും ഒന്നും വായിക്കാറില്ല. ആദ്യത്തെ 1-2 അധ്യായമൊക്കെ വായിച്ച് ചില വാക്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചരിച്ചാലും ഒടുവിലത്തെ 1-2 അധ്യായത്തിൽ കയറില്ല. അതിലെ വാക്യങ്ങളെല്ലാം അങ്ങനെ പൊതുവെ പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. പരുവക്കേടാകും ചിലർക്ക്. തന്നെയല്ല, ഈ ഒറ്റ ഓടിച്ച് പറയാൻ സമയമില്ലല്ലോ. അനാത്മീയനായ, ജഡീകനായ, പ്രാകൃതനായ, അല്ലെ ദൈവത്തെ വിളിക്കാത്ത, ദൈവത്തെ ആരാധിക്കാത്ത ഒരു വ്യക്തി ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം വായിച്ചാൽ അവൻ വെളിയിലിറങ്ങി പറയും, ആവശ്യമില്ലാത്ത എല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കാന്ന് പറയും.
കുടുംബമായിട്ട് ജീവിക്കുന്നിടത്ത് ഈ പുസ്തകം വായിക്കാൻ ഒക്കെ തന്നെ നാം പറയും. എന്നാൽ ഒരാത്മീകൻ, ഒരു ദൈവമനുഷ്യൻ, ഒരു ദൈവ പൈതൽ, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനായ ദൈവപുരുഷൻ ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം വായിച്ചാൽ അവന്റെ പ്രത്യാശ വർദ്ധിക്കും. സ്തോത്രം. ഈ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം. കാരണം ഇതെല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ്. ഏത് ഭാഗവും പ്രസംഗിക്കാം. അതിനതിൻ്റെ രീതികളുണ്ട്. ഈ പി കെ ചാക്കോച്ചായനെ, PKC പണ്ട് യാക്കോച്ചാൻ പണ്ട് പറഞ്ഞതാ, കുഞ്ഞെ ഈ തിരുനക്കര മൈതാനത്തൂടെയും ഏണി കൊണ്ടുപോകാം. അതിന് രീതിയുണ്ട്. ഏണിയുണ്ടല്ലോ, അത് കോട്ടയത്ത് പട്ടണമാണല്ലോ തിരുനക്കര പട്ടണം. ആ തിരുനക്കര ടൗണിൽ കൂടെ ഏണി കൊണ്ടുപോകാം. പക്ഷെ അതിന് രീതിയുണ്ട് അല്ലേ? തിരുവല്ലയിൽ കൂടെയും കൊണ്ടുപോകാം. ഏത് വലിയ പട്ടണത്തിൽ കൂടെ ഏണി കൊണ്ടുപോകാം. രീതിയുണ്ട്, ഏണി പിടിക്കേണ്ട രീതിയുണ്ട്. ഏണി എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയാലോ രാവിലെ വരുന്നവനെല്ലാം കൈവെക്കും അല്ലേ? രാവിലെ ഒരു ഏണി എടുത്ത് തിരുനക്കര ടൗണിൽ കൂടെ നടക്കുക. റോഡ് ബ്ലോക്ക് ആകും, പ്രശ്നമാകും. അത്യാവശ്യം ആംബുലൻസും ഒക്കെ വന്നാൽ അതിനെ ഇടിച്ച് ശരിയാക്കും. പക്ഷെ ആ പട്ടണത്തിൽ കൂടെ ഏണി കൊണ്ടുപോകാം. മട്ടം പിടിക്കരുത്. നെടുകെ പിടിച്ചോണ്ട് രണ്ടുപേരോ അല്ലെ ഒരാൾ പിടിച്ചോണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകാം. ഫുട്പാത്ത് വഴി കയറി ഏണി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ പോലെ വേറെ പുസ്തകത്തിന്റെ ഏത് കൊച്ചെവിടെ പോവാ അതിനെ. അപ്പൊ ശ്രദ്ധിക്കുക, വേറെ പുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയമാണ്. അപ്പൊ ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, ആത്മിക ചിന്തയോടെ, ദൈവകൃപയോടെ, ദൈവാശ്രയ ബോധത്തോടെ, ദൈവിക ചിന്തയോടെ ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം വായിച്ച് ധ്യാനിച്ച് പഠിച്ച് മുൻപോട്ട് പോയാൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. ഈ ശലോമോൻ എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണല്ലോ ഉത്തമഗീതം. ശലോമോന്റെ ഉത്തമഗീതം. ശലോമോനെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് പ്രചാരം നേടിയ 3 പുസ്തകം ഇതിനകത്ത് കൊടുത്തു. ഒന്ന് പറ, ഉറക്കെ പറ. പിന്നെ ഈ 3 പുസ്തകമാണ് വേദ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. പുള്ളി കൃപയിൽ നിന്ന കാലത്ത് എഴുതിയതാണ് ഉത്തമഗീതം. നല്ല ദൈവകൃപ എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചപ്പം തേജസ് ഇറങ്ങിയല്ലോ. ആ ടൈമിൽ വായിച്ചിട്ടില്ലയോ? ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തേജസ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ പോലും ആ പരുവത്തിന് അങ്ങനെ പ്രാർത്ഥിച്ച് തേജസ് ഇറക്കിയ ആളാണ്. അപ്പൊ പുള്ളി ആ കൃപയിൽ നിന്ന കാലം. അപ്പൊ കൃപയിൽ നിന്ന കാലത്ത് എഴുതിയതാണ് ഉത്തമഗീതമെന്ന്. കാരണം പദം കേൾക്കുമ്പോൾ അറിയാം. പ്രിയനെ ആയിരം പതിനായിരങ്ങളിൽ അഴക് തിങ്ങുമൻ പ്രിയനെ കാണും ഞാനൻ മോക്ഷപുരേ നാദൻ ചാരേ ജാലേമ്പുരേ. ആമേൻ. അല്ലാതെ കൊണ്ടുപോയോ? നമ്മൾ കൊടുത്ത സാധനം കൊണ്ടുപോയോ? കൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, കൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അതിശയവിധമഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയവിധമഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ഓ ആയിരം പതിനായിരങ്ങളിൽ അഴക് തിങ്ങുമൻ പ്രിയനെ, ആയിരം പതിനായിരങ്ങളിൽ അഴക് തിങ്ങുമൻ പ്രിയനെ കാണും. ദോഷം ഒപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനാകുന്ന മണവാളനാകുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണന 5-ാം അധ്യായത്തിൽ ഉടനീളം താനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃപയിൽ നിന്ന കാലത്ത് എഴുതിയതാണ് ഉത്തമഗീതം. നല്ല ദൈവകൃപ നിന്നപ്പോഴാണ്. പിന്നെ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പം കൃപയെന്ന് പോയി. കൃപ പോയെന്നല്ല, കൃപ ചോർന്നു. കൃപ ഒറ്റ രാത്രി കൊണ്ടല്ല ചോരുന്നത്, ഇങ്ങനെ ഇല്ല. എന്നാൽ ഇത് അറിയുകയും ചെയ്യാം. ചോർച്ചയുണ്ടാണ്. ഒരുമാനപ്പെട്ടതെല്ലാം ചോർന്നിരിക്കുക. ഈ ചോർച്ച എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ചെറിയ സുഷിരമാണ്.
അല്പാൽപ്പം വെള്ളമാണ് പോകുന്നത്. ഈ കമ്മിറ്റി കയറി, കൗൺസിലിൽ കയറി, ബോർഡ് കയറി, കള്ളത്തരം പറഞ്ഞു, കള്ളസാക്ഷി പറഞ്ഞ് സഭയുടെ ഫണ്ട് മോട്ടിച്ചു, പിന്നെ കൂട്ടുസഭനായിട്ട് വഴക്കുണ്ടാക്കി, കേസ് കൊടുത്ത് അപ്പനെ അമ്മയെ അന്വേഷിക്കാതിരിക്കും, ഉപദേശിമാരോട് കയറി കൊമ്പ് കോർക്കും, ഉപദേശിമാർ സെക്രട്ടറിയും ട്രഷറിനെയും പിടിച്ചിട്ട് അവർ കൊമ്പ് കോർക്കും. ഇങ്ങനെയൊക്കെ കൃപ ചോർന്നു പോകുന്നത്. ആരോട് പറയാൻ? അല്ല, ഒറ്റ രാത്രി കൊണ്ട് കൃപ എല്ലാം കൂടെ പോവല്ല, കുറച്ച് ചോരും. അപ്പൊ ഈ ശലോമോൻ കൃപയിൽ നിന്നപ്പോൾ എഴുതിയതാ ഉത്തമഗീതം. പ്രയോഗം കേൾക്കുമ്പോൾ അറിയാം. കൃപ ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പിന്നെ അമ്മയുടെ ഉപദേശം, അപ്പൻ്റെ ഉപദേശം കേൾക്കണം, നീ നല്ല വഴി കൂടെ നടക്കണം. പുള്ളി സതുപദേശമൊക്കെ പറഞ്ഞു കൊടുത്ത് പിള്ളേരൊക്കെ കൃപയെന്ന് പോയാലും പറയും, മോനെ ഞാൻ പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു, നിൻ്റെ പ്രായത്തിൽ ഞാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചൊന്ന് പറക്കുകയായിരുന്നു, ഇപ്പം എനിക്ക് പറക്കമൊന്നുമില്ല, കറക്കവാ. എന്നാലും നീ നന്നായിട്ട് സതുപദേശമൊക്കെ കൊടുക്കും. അത് കൃപയെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയതാണ്. ഒടി പുള്ളി കൃപയെന്ന് കൊച്ചു പിള്ളേരോട് പറയാ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ച് കഴിക്കുകയോ കുടിക്കുകയോ, നീ ഇഷ്ടമുള്ളിടത്തെല്ലാം പൊക്കോണം, നിനക്ക് ഇഷ്ടമുള്ളതല്ല. പിള്ളേർക്ക് അത് കേട്ടപ്പോൾ ഇഷ്ടം. പിള്ളേർ പറഞ്ഞ് ഈ പാസ്റ്റർ ഒരുമാതിരി വിവരമുള്ള പാസ്റ്റർ, മറ്റേ പാസ്റ്റർ തുടരുത്, കഴിക്കരുത്, കുടിക്കരുത്, അപ്പടി ഇപ്പടി നല്ല കൃപയുള്ള അയാൾ കൃപ പോയി നിൽക്കുന്ന പാസ്റ്ററാണ്. അല്ല, കൊച്ചു പിള്ളേരോട് പറഞ്ഞ് നീ ഇഷ്ടമുള്ളിടത്തൊക്കെ പൊക്കോളാൻ പറഞ്ഞു. ഞായറാഴ്ച സൺഡേ ഇവിടെ വരണം, ഇടുന്ന സ്വോത്രാഴ്ച ഇട്ടച്ച് നീ പൊക്കോണം, അല്ലാതൊന്നും വിഷയമല്ല. പിള്ളേർക്കും അത് കേട്ടപ്പോൾ സന്തോഷം. എന്നുവെച്ചാൽ പുള്ളി ഈ കൃപയെന്ന് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഒടുവിൽ അബദ്ധമെല്ലാം കയറി പറഞ്ഞു. പുള്ളി പറയാ, ആത്മാവ് മേളോട്ട് പോകുന്നോ കീഴോട്ട് പോകുന്നു കണ്ടോ? കൃപയെന്ന് പോയതിൻ്റെ ലക്ഷം കണ്ടോ? മനുഷ്യൻ്റെ ആത്മാവും മൃഗത്തിൻ്റെ ആത്മാവ് രണ്ടും കൂടെ എങ്ങോട്ട് പോകുന്നു? കീഴോട്ടാണോ മേളിലോട്ടാണ്? കണ്ടോ? സംശയം ഉണ്ടാക്കുന്നത് കണ്ടോ? കൃപയെന്ന ആളാ. അപ്പോൾ ഇങ്ങനെ ഈ പുസ്തകം എഴുതിയെന്ന ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പം കൃപയിൽ നിന്നപ്പോൾ ഉത്തമഗീതം എഴുതി, കൃപ ചോർന്നുകൊണ്ടിരുന്നപ്പോൾ സദൃശമാക്കി എഴുതി, കൃപയെന്ന് വീണപ്പം. അപ്പം കൃപയുണ്ടെങ്കിലും കൃപയില്ലേലും കൃപയെന്ന് പോയാലും പുസ്തകം എഴുതും. പുസ്തകം വായിക്കുമ്പോൾ അറിയാം ഈ എഴുതിയ പുള്ളി കൃപയിലാണോ ഇല്ലയോ എന്ന്. ഞാൻ പുസ്തകങ്ങളൊക്കെ മേടിക്കുമ്പം മറച്ചു നോക്കും. ഇങ്ങനെ ചില പറയും ഇപ്പോഴത്തെ ഇത് പ്രകാശനം, ഇപ്പോൾ കൺവെൻഷനിലെല്ലാം അങ്ങ് പ്രകാശനം നടത്തുമല്ലോ പുസ്തകം. അപ്പോൾ എനിക്ക് പുസ്തകം ഇങ്ങനെ ഞാൻ നോക്കുമ്പം ദൈവവചനം കൂടുതലായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ പുസ്തകം വാങ്ങും. എൻ്റെ കാരണം വചനത്തിൽ അടിസ്ഥാനപ്പെട്ട പുസ്തകമാണ്. അല്ലാത്ത പുസ്തകം ഇയാളുടെ യാത്രാ വിവരണം, അവിടെ പോയി കാനഡ പോയി, ലണ്ടനിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, അവിടുത്തെ ഫോട്ടോ കാനഡയിൽ, പിന്നെ അവിടെ ലണ്ടനിൽ, പിന്നെ ദുബൈയിൽ, പിന്നെ ഇയാളുടെ ഭാര്യയുടെ ഫോട്ടോ, പെമ്പിളയുടെ ഫോട്ടോ, പിള്ളേരുടെ ഫോട്ടോ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എന്ന് വേണ്ട സർവത്ര വ്യാപി. ഇതെല്ലാം കൂടെ വെച്ചേച്ച് പിന്നെ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ അതിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. എന്നാൽ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ പുസ്തകങ്ങളുണ്ട്. അത് മറിച്ച് താളെ മറിക്കുമ്പോൾ അറിയാം ദൈവവചനം ആധാരമാക്കി എഴുതിയിരിക്കുന്ന പുസ്തകം. അതാരെഴുതിയ പുസ്തകമാണെങ്കിലും കണ്ട അത് കൂടുതലും നല്ല പുസ്തകം. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ കൂടുതൽ എനിക്കിഷ്ടം ബ്രദറുകാരുടെ പുസ്തകമാണ്. അവരെ നല്ല പരുവത്തിനത് നല്ല ഈടുറ്റ ഗ്രന്ഥങ്ങളാണ്. ബ്രദർ നമ്മുടെ ആൾക്കാർ കൂടുതലും പഠിക്കുന്നതും ബ്രദറിൻ സഭ അവരുടെ പുസ്തകങ്ങളാണ്. നല്ല പുസ്തകങ്ങളാണ്. നല്ല കാര്യം നല്ലതാണെന്ന് പറയണമല്ലോ. പെന്തിക്കോസിലെയും പുസ്തകം മോശമാണെന്നല്ല, പുസ്തകങ്ങൾ നല്ലതുണ്ട്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയുക, നല്ല ഈടുറ്റ ഗ്രന്ഥങ്ങൾ അവർ. അപ്പൊ കൃപയിൽ നിൽക്കുമ്പോഴും പുസ്തകം എഴുതാം, കൃപ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പുസ്തകം എഴുതാം, കൃപയെന്ന് പോയാലും പുസ്തകം എഴുതാം. അതെ, നമ്മളിവിടെ വായിച്ചത് ഉത്തമഗീതങ്ങളുടെ പുസ്തകമാണ്. ഇത് ദൈവകൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ്. ഇനി ഇതിൻ്റെ ഒരു 1-2 പശ്ചാത്തലം പറഞ്ഞ് മൊത്തം സമയം എടുക്കാൻ അത് നേരമില്ല. പശ്ചാത്തലം പറയാം. ഈ പുസ്തകം ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകം, പാട്ടുകളുടെ പാട്ട്. ഇതിനെപ്പറ്റി ചരിത്രം പലസ്തീനെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ ചരിത്രം. ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. 1 ശലോമോൻ, 2 ഇടയച്ചതക്കൻ, 3 ശൂലേമി, 4 ഈ ശലോമോന്റെ രാജ്ഞിമാര്, 5 മറ്റ് വേറെ ബഹുവിധത്തിലുള്ള സ്ത്രീജനങ്ങൾ. പിന്നെ അടുത്തത് ഈ ശൂലേമിയെ പ്രസവിച്ച ഒരമ്മ, പെറ്റമ്മ. പിന്നെ വേറൊരമ്മ ശൂലേമിയെ വളർത്തിയ ഒരമ്മ, പോറ്റമ്മ. പിന്നെ അമ്മയുടെ പുത്രന്മാർ, അത് സഹോദരങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാരെ കാണാം. അമ്മയുടെ പുത്രന്മാർ, സഹോദരന്മാർ. പിന്നെ
ഈ തെരുവിലെ കാവൽക്കാര്, അങ്ങനെ കുറെ കക്ഷികളുണ്ട്. ഇങ്ങനെ പല കഥാപാത്രങ്ങളെ ഈ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ. ഇനി ഒന്ന് രണ്ട് ചരിത്ര പശ്ചാത്തലം എല്ലാ ഭാഗവും പറയുന്നില്ല, സൂചിപ്പിച്ചിഞ്ഞ് വരാം, എല്ലാം പറയാൻ ഒക്കത്തില്ല. ഇതിന്റെ പശ്ചാത്തലം പലസ്തീൻ നാടിനോട് ബന്ധപ്പെട്ടാ കിടക്കുന്നത്. ശൂലേമിയെ പറ്റി പഠിച്ചാൽ ഒരു ചരിത്രമാണ്. ഇസ്രായേലിലെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു, അതായി ശൂലേമി. ഈ സ്ത്രീയുടെ മുൻകാല ചരിത്രം പഠിച്ചാൽ നിരവധി അനവധി പരപുരുഷന്മാരുമായിട്ട് ഇടപെട്ടു. അക്കൂട്ടത്തിലൊക്കെ പിള്ളേരും ജനിച്ചു. ചരിത്രം പറയുന്നത് പെൺകുട്ടികളാണെങ്കിൽ രക്ഷിക്കത്തില്ല, ഉപേക്ഷിക്കും, ആൺകുട്ടികളെ രക്ഷിക്കും ഈ അമ്മ. ആ സ്ത്രീയുടെ മുൻകാല ചരിത്രം യോഹന്നാൻ 4 ഒരു സ്ത്രീയെ പരാമർശിക്കുന്നുണ്ടല്ലോ, അതിലും പ്രയാസമായിരുന്നെന്നാ പറയുന്നത്. അപ്പൊ ആ ജീവിതത്തിലൊക്കെ കുട്ടികളുണ്ടായതാണ് അമ്മയുടെ പുത്രന്മാർ എന്നൊരു പദം ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ സ്ത്രീ ഏതോ ഒരു പുരുഷനുമായിട്ട് ജീവിച്ച് അങ്ങനെ ഗർഭവതിയായി. പ്രസവകാലം തികഞ്ഞു. അതിവേദന വന്നപ്പോൾ ഈ സ്ത്രീ പ്രസവിക്കുവാൻ പലസ്തീനിലെ തന്നെ ഒരു മുറ്റുകാട്ടിലോട്ട് പോയപ്പോൾ തൻ്റെ പിള്ളേരെയും കൂട്ടി, ആൺപിള്ളേർ നേരത്തെ ജീവിതത്തിൽ ലഭിച്ച ആൺകുട്ടികളെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മ പ്രസവിക്കാൻ പോകാൻ, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഞാൻ പ്രസവിച്ച് കഴിയുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പതിവ് പോലെ ഞാൻ ഉപേക്ഷിക്കും, എടുക്കത്തില്ല. ആൺകുട്ടിയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ എടുത്തുകൊണ്ട് വരും. അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ ഞാനതിനെ ഉപേക്ഷിക്കും. അപ്പൊ ഉപേക്ഷിച്ചിഞ്ഞ് പോരുമ്പോൾ നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ നിൽക്കണം. നിന്നിട്ട് ഒന്നെങ്കിൽ ആ കുഞ്ഞ് കരഞ്ഞ് 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 ചാകും, അതല്ലെങ്കിൽ വന്യമൃഗങ്ങളോ ഹിംസ ജന്തുക്കൾ വന്ന് കടിച്ചു കൊല്ലും. ഇത് രണ്ടും ഒത്തില്ലെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ ആരാ കൊണ്ടുപോകുന്നത്, എവിടോട്ടാ കൊണ്ടുപോകുന്നത്, എവിടെ കൊണ്ടാ കൊച്ചിനെ കൊടുക്കുന്നത്, നിങ്ങൾ സൂക്ഷിച്ച് കണ്ടുപിടിച്ചേച്ച് എനിക്ക് റിപ്പോർട്ട് കൊണ്ടു തരണം. ചരിത്രം. അങ്ങനെ അമ്മ ആൺകുട്ടികളുമായിട്ട് ഈ മുറ്റുകാട്ടിൽ ചെന്ന് ആൺകുട്ടികളെ ഒരു സ്ഥലത്ത് നിർത്തിയ ചമ്മ മന്ദം നടന്ന്, ഈ സ്ഥലം പരിചയമുള്ള സ്ഥലമായി അമ്മയ്ക്ക്. അങ്ങനെ ചെന്ന് നിറവയറോടെ ചെന്ന ഈ സ്ത്രീ അതിവേദനയോട് കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞപ്പോൾ അമ്മ കുഞ്ഞിനെ നോക്കി ലിംഗനിർണയം വരുത്തിയെന്ന, അപ്പോൾ പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു. പതിവ് രീതി തുടർന്നു. പെൺകുട്ടി ആയതുകൊണ്ട് ഈ കൊച്ചിനെ അവിടെ ഇട്ടേച്ച് ഈ അമ്മ നടന്നങ്ങ് നീങ്ങി. ആൺപിള്ളേരോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവുക, ഒന്നേ കരഞ്ഞിയാകും, ഇല്ലേ കടി കൊണ്ടിയാകും, അതല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവാണെന്ന് നോക്കി വെച്ച് പറയണമെന്ന് പറഞ്ഞ അമ്മ അങ്ങ് നടന്നു. എന്ന് പറഞ്ഞാൽ കരുണയില്ലാത്തൊരു സ്ത്രീ, കരുണയില്ലാത്ത ഒരു മാതാവ്, കരുണയില്ലാത്ത ഒരു പെറ്റതള്ള. അങ്ങനെയുള്ള പെറ്റതള്ളമാരുണ്ട്, ഇല്ലയോ? മിണ്ടുകാല ഇല്ലേ? ഒരുത്തി അല്ലയോ കൊച്ചനെ ചുട്ടത്, കത്തിച്ചു, കൊല്ലത്ത് കുണ്ടറയ്ക്കടുത്താന്ന് തോന്നുന്നു, പേപ്പർ വായിച്ചല്ലയോ? മുഖത്തലയാ, സ്വന്തം പെറ്റതള്ള, കുഞ്ഞിനെ കത്തിച്ചു, പേപ്പർ വായിച്ചതാ. എൻ്റെ ഒരു അഭിപ്രായം പറയാം, പത്രക്കാരും അത് എഴുതുന്നതിന് മുന്നേ ഞാൻ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്കും അതറിയാം. തീ പിടിച്ച് ആൺകുട്ടി വെന്ത് ജീവൻ എന്ന സമയത്ത് എൻ്റെ അഭിപ്രായമാ കേട്ടോ, ഒടുവിൽ ചിലപ്പോൾ പറഞ്ഞ വാക്ക് എൻ്റെ അമ്മയെന്നായിരിക്കും. അതാകാനാ സാധ്യത കൂടുതൽ. എൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ, എൻ്റെ അച്ഛാന്ന് അങ്ങനെ വിളിക്കാറില്ല, കാരണം അമ്മയും മക്കളും അടുപ്പം. എൻ്റെ വല്യമ്മച്ചി പറയും, 101 വയസ്സുണ്ട്, അമ്മച്ചി പറയും, മോനെ, പഴയ ആൾക്കാരുടെ ഭാഷയല്ലേ, പുക്കിൾക്കൊടിയായിട്ടൊരു ബന്ധം. നമ്മുടെ ജീവിതത്തിൽ വേർപാട് നടന്നിട്ടുണ്ട്. അപ്പൻ മരിച്ചവരുണ്ട്, അമ്മ മരിച്ചവരുണ്ട്, സഹോദരങ്ങൾ മരിച്ചവരുണ്ട്, ഭാര്യ മരിച്ചു പോയവരുണ്ട്, ഭർത്താവ് മരിച്ചവർ കാണും, പലര് കാണും. ഇതൊക്കെ ആന്നേലും അപ്പൻ മരിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്, ദുഃഖമുണ്ട്, അതിയായ അഗാധമായ ദുഃഖമുണ്ട്. നമുക്കല്ല, ദുഃഖമുണ്ട് നമുക്ക്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, ശരിയാകണമെന്ന് അറിയത്തില്ല, എൻ്റെ അനുഭവമാണ്. എന്നാലും അമ്മ മരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ വേദന. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൻ മരിക്കുമ്പോൾ നമുക്ക് അതിവേദനയും ബുദ്ധിമുട്ടുണ്ട്, സങ്കടമുണ്ടെങ്കിലും അമ്മ മരിക്കുമ്പം, ഞാൻ മനസാക്ഷിയുള്ളവരുടെ കാര്യമായി പറഞ്ഞത്, അമ്മ മരിക്കുമ്പോൾ നമുക്ക് അതിയായ വേദനയാണ്. ഞാൻ ഇന്നും എല്ലാ ദിവസവും എൻ്റെ അമ്മയുടെ വേർപാട് ഞാൻ ഓർക്കും. എൻ്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്, എൻ്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്, എൻ്റെ കയ്യിലാണ് കിടന്നാണ് മരിച്ചത്. കൈ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. ഞാൻ ചെവിക്കകത്തോട്ട് രക്ഷാവാചകമൊക്കെ ഒന്നുകൂടെ ചൊല്ലിക്കൊടുത്ത്,
ഞാൻ പറഞ്ഞു ഇളയൊരു പെങ്ങളുണ്ടായിരുന്നു എനിക്ക്, അവളെ അന്ന് കെട്ടിച്ചിട്ടില്ല, പഠിക്കുക BSc. അപ്പോൾ അവളെക്കുറിച്ചൊരു അച്ചാച്ചൻ അതിന് മുമ്പേ മരിച്ചു. ഇവിടെ ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചോണം, ക്രൂശിനെ ധ്യാനിച്ചോണം. ഇളയ പെങ്ങളുടെ പേര് ഷീന എന്ന. ഷീനയെക്കുറിച്ച് ഓർത്ത് പാരപ്പെടണ്ട, അവിടെ കാര്യം ദൈവം നടത്തും. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ട്. ഞാൻ അനിയൻ എന്നെ ഒന്ന് കിരണ്ടി ഡോക്ടർ വന്നെന്ന് അറിയിക്കാനായി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു. ഉടനെ ഡോക്ടർ വന്നു. ഞാൻ പ്രാർത്ഥന നിർത്തി. ഡോക്ടർ വന്ന് അമ്മയെ പിടിച്ചവൻ പറഞ്ഞു ജീവൻ പോയിട്ട് ഒരു 5 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 10 മിനിറ്റാണ് ഞാൻ പ്രാർത്ഥിച്ച്, അതിനിടയ്ക്ക് ആ ജീവൻ പോയത്. ഇപ്പോൾ അത് ഓർക്കുമ്പം മനോവേദനയാണ്. അപ്പം അമ്മയും മക്കളുമായിട്ട് വളരെ അടുപ്പമാണ്. ഈ പിള്ളേർ കൂടുതൽ അമ്മയായിട്ടല്ലയോ ഇടപെടുന്നത് അല്ലേ? അമ്മമാരോടാ പറഞ്ഞത്, മമ്മി പപ്പയോട്. അമ്മ നിൻ്റെ അപ്പനല്ലയോ നീ ഇടാ അങ്ങോട്ട് ഇരടാ നിൻ്റെ മമ്മി, ഞാൻ പറയത്തില്ല, നീ അങ്ങോട്ട് ചെന്നമ്മ അമ്മയാ. അപ്പോൾ അമ്മമാർ നല്ല ബുദ്ധിയുള്ള അമ്മമാരുണ്ട്, നല്ല വിവേകമുള്ള അമ്മമാരുണ്ട്, ബോധമില്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട്. അത് പോട്ടെ, നല്ല വിവരമുള്ള അമ്മമാരുണ്ട്. എന്തെങ്കിലും പൈസക്കായിരിക്കും ഈ ചെറുക്കൻ പറയുന്നതേ. അപ്പം ചിലപ്പോൾ അല്പം പിശുക്കനോ അല്ലെ പിടിവാശിക്കാരനോ അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ അമ്മ എന്ന് കാപ്പിയായിട്ട് അങ്ങോട്ട് ഇല്ല, എന്നാൽ കാപ്പി കുടിച്ചാട്ടെ, സമയമായി പോകാനില്ലയോ, ഞാൻ പോകാം ധൃതിയുണ്ട്, എന്നാൽ കാപ്പി കുടിക്കും. കാപ്പി അങ്ങോട്ട് വിടുമ്പോൾ എന്തോ കണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. ചുമ്മാതാ, ഒന്നുമില്ല. എന്തുവാടി തിരിഞ്ഞേ, വേണ്ട ഒന്നുമില്ല, പൂത്തേച്ച്. പിന്നെ സാങ്കുട്ടിക്ക് ഒരു 10 രൂപ കൊടുക്കണം, 10 ദിനാറ്. അതെന്തിനാ? പല കാര്യം പിള്ളേർക്ക് അമ്മയോട്. പക്ഷെ അങ്ങനെയുള്ള അമ്മയും മറക്കും. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ചോദ്യചിഹ്നമാ. അടുത്ത എങ്ങനെയാ? മറന്നാലും. അപ്പൊ അതിന്റെ അർത്ഥം മറക്കുമെന്നല്ലയോ, മറന്നവളല്ലയോ കൊച്ചിനെ. ചില പെണ്ണുങ്ങളെ നമ്മൾ പേപ്പർ വായിച്ചില്ലോ, കൊച്ചുങ്ങളെ എടുത്ത് കിണറ്റിട്ട് അവള് വേറൊരുത്തൻ്റെ കൂടെ അങ്ങ് പോയി. ഉണ്ടോ മറക്കുന്ന സ്ത്രീകൾ? തായ്മറക്കായെങ്കിൽ എങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ, യേശുവാരിലും ഉന്നതനാമൻ ആത്മ. തായ് മറക്ക എങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ, എന്നെ കൈവെടിഞ്ഞാലും യേശുദാൻ ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോ, ഏത് ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോ, യേശുവാരിലും ഉന്നതനാമൻ. അവ പെറ്റതല്ല മറക്കും, എന്നാൽ മറന്നാലും മറക്കാത്തൊരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇസ്രായേലിലെ ഈ ശൂലമിയുടെ അമ്മ, പെറ്റമ്മ കരുണയില്ലാത്തൊരു സ്ത്രീയാ, കഠോരഹൃദയായ ഒരു സ്ത്രീ. പ്രസവിച്ചിട്ട് ഈ ചോരക്കുഞ്ഞിനെ ഒന്നും ചെയ്യാതെ ഇവർ നടന്നു പോയി. നിങ്ങൾ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. നേഴ്സസ് ഉണ്ട്, അമ്മമാരുണ്ട്, അറിവുള്ള സഹോദരിമാരുണ്ട്. എനിക്ക് അമ്മയുണ്ടായിരുന്നു, ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്, വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്. അപ്പം പല കാര്യങ്ങൾ അറിവൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒന്ന് ഓടിച്ചു പറയാം, ഈ പുക്കിൾക്കൊടി മുറിക്കണം. 2 പണ്ടൊക്കെ ചെയ്യുന്നതാ, ഈ കുളിപ്പിക്കണം, അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കണം, അല്ലെ വെടിപ്പാക്കണം. തന്നെയല്ല, ഈ കണ്ണ് ചിലപ്പോൾ അടഞ്ഞിരിക്കും, അത് പതുക്കെ തടകി തുറന്നു കൊടുക്കണം.
പിന്നെ മൂക്ക് ശ്വാസോച്ഛ്വാസം അത് നന്നായിട്ട് നടക്കണം. അതിന് മൂക്ക് തിരുമി പതുക്കെ നാരങ്ങ ഞെക്കും പോലെ ഒന്നും ഞെക്കരുത്. അതൊക്കെ അതിൻ്റെ പരുവത്തിന് തിരുമി ശ്വാസോച്ഛ്വാസം നല്ല രീതിയിൽ ആക്കാൻ അത് അവസരം ഒരുക്കി കൊടുക്കണം. പിന്നെ കുഞ്ഞ് കരയണമെന്നാ. ഇപ്പം ചില പിള്ളേർ കരഞ്ഞില്ലെങ്കിൽ ചില അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പറ അന്ന് കരഞ്ഞോളും. പിന്നെ പണ്ടൊക്കെ പിള്ളേരെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉപ്പ് തേക്കും. ഉപ്പ് ഇപ്പം ക്രീമാന്നാ തോന്നുന്നത്, എന്നാലും ഉപ്പ് തേക്കും. വസ്ത്രത്തിൽ പൊതിഞ്ഞെടുക്കണം. ഇതൊക്കെയാ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ അടിയന്തരമായി ചെയ്യേണ്ട നടപടിക്രമം. ഞാനൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരു തള്ള ചോദിച്ചു, ഇയാൾ ഇതല്ലേ അങ്ങനെ അറിഞ്ഞെന്ന്. ആ തള്ളക്കത് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരവിടെ നിന്ന് ചോദിക്കുക, ഇയാൾ ഇതല്ലേ അങ്ങനെ അറിഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ കേട്ട്. ഞാൻ പറഞ്ഞു, തള്ളേ എനിക്ക് ആശുപത്രിയിലും ലേബർ റൂമിലും ഒന്നും ജോലിയല്ല, ഞാനിതെല്ലാം അറിഞ്ഞ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ വേറെ പുസ്തകം വായിച്ച പറഞ്ഞതാ. തള്ള പുസ്തകം വായിക്കുകയല്ല. വായിച്ചേ, ആ യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം വായിച്ചേ. വേറെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞേക്കുന്നത്. യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ ഒരു അമോര്യനും നിന്റെ അമ്മ ഒരു ഹിത്യ സ്ത്രീയുമായിരുന്നു. അടുത്തത് നിന്റെ ജനന വസ്തുത. ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും കുനിഞ്ഞു കിടക്കാന്നോ? ഇങ്ങോട്ട് നോക്കൂ, സഹോദരി വായിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്. നിന്റെ ജനന വസ്തുതയോ ജനിച്ച ഉടനെ ചെയ്യേണ്ടതാ. ജനിച്ച നാളിൽ നിന്റെ പൊക്കിൽ മുറിച്ചില്ല. അതാ ചെയ്യേണ്ടത്. പൊക്കിൾ കൊടി മുറിക്കണം. പിന്നെ നിന്നെ വെള്ളത്തിൽ കുളിപ്പിക്കണം. ഇത് ചെയ്യുമ്പോ ഒന്ന് എനിക്ക് വിടവുതാ. കുളിപ്പിക്കാൻ അങ്ങ് ധൃതിയാണോ? നിന്നെ ജനിപ്പിച്ച നാളിൽ നിന്റെ ജനവസ്തുതയാ. ജനിച്ച നാളിൽ പുക്കൾ കൊടി മുറിക്കണം. പിന്നെ നിന്നെ വെള്ളത്തിൽ കുളിപ്പിക്കണം. പിന്നെ നിന്നെ വെടിപ്പാക്കണം. പിന്നെ ഉപ്പ് തേച്ചില്ല. പിന്നെ ആ തുണി ചുറ്റിയില്ല. ഇതൊക്കെ ഈ ജനിച്ച ഉടനെ ചെയ്യേണ്ടത്. അല്ലാതെ തള്ള പറയാൻ പോലൊന്നുമല്ല. തള്ള വേറെ പുസ്തകം വായിക്കുകയല്ല. ദൈവമായിട്ട് വലിയ ബന്ധമില്ല. ഇയാൾ എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു, വേറെ ദിവസം വായിക്കും. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ ഇതൊക്കെയാ. ഈ തള്ള ഏതാ ശൂലേമിയുടെ അമ്മ, സ്തോത്രം, ഇതൊന്നും ചെയ്തില്ല. ഇട്ടേച്ചങ്ങ് പോയി. ഇത് നമ്മൾ നേരത്തെ ആയിരുന്ന ആ സ്ഥലത്തെ അമ്മയെ കാണിക്കുന്നതാണ്. മനസ്സിലായി കാണുമല്ലോ. ലോകമാതാവ്, കരുണയില്ലാത്ത, ആർദ്രയില്ലാത്ത, അനുകമ്പയില്ലാത്ത ലോകമാതാവ്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി അപ്പനെ പോലെ നമ്മളെ ശിക്ഷിക്കുകയും അമ്മയെ പോലെ ഓമനിക്കുന്നൊരു ദൈവമുണ്ട്. കൊച്ചുഞ്ഞത് ശല്യോ പാടിയത്, തള്ളയപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തള്ളയപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളം ഗുരുകും തൻ ചങ്കതാകും തൻ കണ്ണു നിറയുന്നൻ രക്ഷകനെ. ഉള്ളം ഗുരുകും തൻ ചങ്കതാകും തൻ കണ്ണു നിറയുന്നൻ ദൈവം സ്വർഗസിംഹാസനം എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും. ആരും
ഈ ഓടിച്ചു പോകാം. ഈ അമ്മ കരുണയില്ലാത്ത ലോകമാതാവാ. ആ ലോകമാതാവ് എവളെ പ്രസവിച്ചിട്ടേച്ച് നടന്നങ്ങ് നീങ്ങി. എന്തിനേറെ ഈ കുഞ്ഞ് അടിയന്തരമായ പ്രാഥമിക ശുശ്രൂഷകൾ ലഭിക്കാതെ കുഞ്ഞ് മരണവക്ത്രത്തിലകപ്പെട്ടു. തുറന്നിരുന്ന കണ്ണ് പിന്നെ അടയാൻ തുടങ്ങി. പീള വന്നടിഞ്ഞു. മൂക്കിലെ ശ്വാസോച്ഛ്വാസം മന്ദഗതിയായി. കരഞ്ഞ് കുഞ്ഞ് പരുവക്കേടായി. പുക്കിൾക്കൊടി മുറിച്ചിട്ടില്ല. അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കുഞ്ഞ് എന്തിനാ ഇതൊക്കെ നിന്ന് വിസ്തരിക്കേണ്ടതാ. കുഞ്ഞ് മരണവക്ത്രത്തിലായി. ഒടുവിൽ കരച്ചിലിൻ്റെ ശബ്ദം തന്നെ കുറയാൻ തുടങ്ങി. ആരും ഗവനിക്കുന്നില്ല. അപ്പം അമ്മ വിചാരിച്ചു ഒന്നെങ്കിൽ കരഞ്ഞിയാകും, ഇല്ലെങ്കിൽ വന്യമൃഗങ്ങളോ ഹ്രംസ ജന്തുക്കളോ വന്ന് കടിച്ചു കൊല്ലുവന്ന. ഇത് രണ്ടും നടന്നില്ല. ആരും ഗവനിക്കുന്നില്ല. ഇത് പ്രാഥമിക ശുശ്രൂഷകളൊന്നും ലഭിച്ചിട്ടുമില്ല. അങ്ങനെ ഇത് കിടന്ന് ആകെ അങ്ങേയറ്റം പറ്റി മരിക്കാറായി. അങ്ങനെ ഇരിക്കുമ്പം ഇതൊക്കെ വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്തിണക്കി പ്രസംഗിക്കേണ്ട. അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. എനിക്കിത് പ്രസംഗിക്കണ ഒരു 3-4 മണിക്കൂറെങ്കിലും വേണം. പിന്നെ ഇവിടെ ഇത്രയും ഒപ്പിച്ചു വന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞ ഈ കുഞ്ഞ് ആകെ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പം ആടുകളെ തീറ്റുന്ന ഒരു ഇടയച്ചിറക്കൻ, അവൻ ആ ഏൻഗതയും അതുപോലെ തന്നെ ഗിലയാട് മലഞ്ചെരുവിൽ കൂടൊക്കെ ആടുകളെ തീറ്റി. ചെമ്മരിയാടും കോലാടും എന്നൊക്കെയാ നമ്മള് ഒരു പാട്ട് പാടുകയെ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയുമായി യുഗയുഗവാണിടുവാൻ. പുതുയുഗ പുലരികൻ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി. പുതുയുഗ പുലരികൻ പുതുഗാനത്തിൻ ഈരടി കേൾക്കാറായി. അപ്പൊ ചെമ്മരിയാട് കോലാടുകളൊക്കെ മേയിച്ചേ ആടുകളെ തീറ്റുന്ന ഇടക ചെറുക്കൻ ആ ഗിലയാട് മലഞ്ചെരുവിൽ കൂടെ ആടിനെ തീറ്റി ഇങ്ങോട്ട് വരുമ്പം ആടുകൾ മുൻപേ ഇടയൻ പുറകെ ആണല്ലോ. ആടിങ്ങനെ കുതിച്ച് ഓടി വന്നപ്പം ആടുകളെല്ലാം കൂടെ ചരിത്രം പറഞ്ഞത് അറച്ചിങ്ങനെ നിന്നു. അപ്പൊ ഇടയന് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. ആടറച്ചു നിന്നത് പച്ചമാംസത്തിന്റെ മണവും രക്തത്തിന്റെ ഗന്ധവും കൊച്ചിന്റെ കരച്ചിലും ഇങ്ങനെ കണ്ട് ആടറച്ചിങ്ങനെ നിന്നപ്പോൾ ഇടയന് മനസ്സിലായി പന്തികേടുണ്ട്. ഇടയൻ ഷടേന്ന് വന്നപ്പം ഒരു കുഞ്ഞ് ജീവൻ പോകാറായി കിടക്കുന്നു. നോക്കിയപ്പോ പെങ്കൊച്ച. അവന്റെ മനസ്സലിഞ്ഞു ഇടയന്റെ. മനസ്സലിഞ്ഞ ഇടയൻ ഈ കുഞ്ഞിനെ എടുക്കാൻ അടുത്തോട്ട് ചെന്നു. കാരണം ജീവൻ പോകാൻ പോവുക. ചോര കുഞ്ഞ്. മനസ്സലിഞ്ഞ് ദയ തോന്നി അടുത്തോട്ട് ചെന്നപ്പോൾ ന്യായപ്രമാണം വിലക്കി. ഒരു പ്രമാണം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പഴയ ഒരു പ്രമാണമാണ്. ഒരു സ്ത്രീ ഋതുവായാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചാൽ ഒരു സ്ത്രീയിൽ അശുദ്ധിയുണ്ട്. ഇത്ര ദിവസം അശുദ്ധയായിട്ടിരിക്കണം. അവിടെ വസ്ത്രം തൊടുന്നവരോ രക്തസ്പർശനം ഏൽക്കുന്നവർക്കോ അവരും പ്രാളികത്തിനുള്ളിൽ അശുദ്ധരാകണം. അത് ന്യായ പ്രമാണമാണ്. അതിന് കണക്കും ദിവസവും ഉണ്ട്. അപ്പൊ ഈ പ്രമാണം ഇടയച്ചെറുക്കനെ വിലക്കി. തുടരുത് പ്രമാണം നിൽക്കുന്നു. പഴയ പ്രമാണം, മോശയ്ക്ക് പ്രമാണം. ഈ പ്രമാണത്തിന് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പദം കൊല്ലുന്ന ശുശ്രൂഷ എന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ പറഞ്ഞേ കൊല്ലുന്ന ശുശ്രൂഷ, കല്ലിക്കൊത്തിയ ശുശ്രൂഷ കൊല്ലുന്നതാ. എന്നാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. സ്തോത്രം. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മെ. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മെ. അല്ലൽ കൂടാതെ തന്റെ തുല്യമില്ലാത്തതയല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തതയ്ക്കുള്ളിൽ കടത്തി പുതുവുള്ളം പകർന്നവന്റെ വചന സമാജമേ. നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി. നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി. ദേവജന സമാ
ഇത് കല്ലിക്കുത്തിയ ശുശ്രൂഷ, മരണത്തിന്റെ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ. ആ ന്യായ പ്രമാണം ഈ ഇടയ ചെറുക്കനെ വിലക്കി തുടരുത്. അപ്പൊ തുടരുത് എന്ന പ്രമാണം പിറകു നിന്ന് വിലക്കിയപ്പോൾ അല്പം ഒന്ന് അറച്ചു. ഇന്നും അങ്ങനെ ആ പഴയ പ്രമാണം വിലക്കുക, തുടരുത് അല്ലേ, വിലക്കുകയല്ലേ. നമ്മൾ കൺവെൻഷന് നോട്ടീസ് കൊടുത്തു, ലഘുലേഖ കൊടുത്തു, പ്രാർത്ഥനയ്ക്ക് വിളിച്ചു, ക്ഷണിച്ചുടനെ വിലക്കും. പോകരുത്. വിശ്വാസികള് നിങ്ങളവരുടെ യോഗത്തിന് പോകരുത്, ഉണ്ടോ? അരുത്, വിലക്കുക. എന്നിട്ട് നമ്മൾ പറയുമോ, ഞങ്ങളങ്ങ് പോയി അങ്ങോട്ട് ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു പുള്ളി നല്ല മനുഷ്യനാണ്, പെന്തിക്കോസുകാരനെ, അയാൾ വിളിച്ചപ്പോൾ എങ്ങനെ പോകാതിരിക്കുന്നത്, ഞങ്ങളങ്ങ് അടുത്തത്. അങ്ങനെ ആണെങ്കിൽ ഇരിക്കരുത്, ഇവിടെ വന്നിരിക്കരുതെന്ന് എന്നെ പറഞ്ഞു. പുള്ളിയായിട്ട് ഒന്നിച്ചം കയറിയപ്പം പുള്ളിയുടെ അടുത്തോട്ട് എന്നെ പിടിച്ചങ്ങിരുത്തി. പിന്നെ അങ്ങനെ അവിടെ എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഉടനെ അടുത്ത പ്രമാണം, കേൾക്കരുത്. അഥവാ ഇരുന്നാലും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ പലതും പറയാം. നമ്മളിങ്ങനെ എന്നെ പറഞ്ഞു, നല്ല കുഴപ്പമില്ലായിരുന്നു അന്തരീക്ഷമൊക്കെ എന്നാണ് ഞങ്ങളങ്ങ് കേട്ടുപോയി. ഒന്നെ അടുത്തത്, അഥവാ ഇനി കേട്ടെങ്കിൽ കൊടുക്കരുത്. ഏതാ? ഹൃദയം. രക്ഷിക്കപ്പെടരുതെന്ന് പ്രമാണം നിന്ന് വിലക്കില്ലയോ? കൊടുക്കരുത് എന്ന് പറഞ്ഞ നല്ല പ്രസംഗമായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പറ്റി കേട്ട് ധ്യാനിച്ചപ്പോൾ ഞങ്ങൾ ഹൃദയം കർത്താവിന് കൊടുത്തോ. മുങ്ങരുത്, അരുതരുതെന്ന് പറഞ്ഞ് വിലക്കുക എന്ന് പറഞ്ഞു. അയ്യോ, വചനമൊക്കെ നന്നായിട്ട് തെളിയിച്ച് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളങ്ങ് അങ്ങനെ ആണെങ്കിൽ ഊരരുത്. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ആരോട് പറയാം? ഉടനെ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ആത്മാശക്തി വന്നപ്പോൾ അത് ഊരി, ഇതൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ പറയരുത്. മറുഭാഷ. അപ്പം ഈ പഴയ പ്രമേയം നിന്നിങ്ങനെ വിലക്ക്, അന്ന് മുതൽ ഇത് വിലക്ക് തുടങ്ങിയതാ. പോകരുത്, ഇരിക്കരുത്, കേൾക്കരുത്, കൊടുക്കരുത്, മുങ്ങരുത്, ഊരരുത്, പറയരുത്. ഇങ്ങനെ അരുത് അരുത് അരുതെന്നും പറഞ്ഞ് പ്രമാണം നിന്ന് വിലക്കുക. ഇടയ ചെറുക്കനെയും ഈ പ്രമാണം വിലക്കുക. തുടരുത്, അശുദ്ധനാകും. മുട്ടരുത്, ആമേ, ശുദ്ധിയില്ലാതാകും. ഇങ്ങനെ അരുത് 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 അരുതെന്ന പ്രമാണം വന്ന് വിലക്കിയപ്പോൾ വേറൊരു പ്രമാണം ഇറങ്ങി വന്നു. അത് കൃപയുടെ പ്രമാണം. സ്തോത്രം. അത് കൃപയുടെ പ്രമാണം. അതിന്റെ പഴയ പ്രമാണത്തെ, ന്യായ പ്രമാണത്തെ, കൊല്ലുന്ന ശുശ്രൂഷയെ തട്ടി മാറ്റിയേച്ച് കൃപയുടെ പ്രമാണം രംഗത്തേക്ക് വന്നു. അതാ ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. ഈ കൃപയുടെ പ്രമാണം അകത്തോട്ട് കയറിയപ്പോൾ ഇടയൻ ചിന്തിച്ചു, എന്തും വരട്ടെ, ഈ കൊച്ചിനെ രക്ഷിക്കും. ഞാൻ വിസ്തരിക്കുന്നില്ല, നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് വിസ്തരിക്കാനും തോന്നുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ കൃപയുടെ പ്രമാണത്തെ പറഞ്ഞ് ഇടയ ചെറുക്കൻ എന്തും വരട്ടെന്നത് പഴയ പ്രമാണത്തെ ഒരടി അടിച്ച് മാറ്റിയേച്ച് ചാടി വന്ന് കൊച്ചിനെ കോരി അങ്ങെടുത്തു. കോരി കിടത്ത് എൻ്റെ ഭാവനയും കൂടെ ചേർത്ത കോരി അങ്ങോട്ടെടുത്ത് ഈ കൊച്ചിനെ മാറോട് ചേർത്ത് മുത്തം കൊടുത്തു. ഇല്ല, ചോര കുഞ്ഞല്ലയോ, അതിന് ചോരയൊക്കെ പറ്റി കാണും, എന്നാലും മുത്തം കൊടുത്ത്, പുക്കിൾക്കൊടിയെല്ലാം മുറിച്ച് മുത്തമൊക്കെ കൊടുത്ത്, വസ്ത്രമൊക്കെ ചുറ്റി, കണ്ണുമൊക്കെ തുറന്ന്, മൂക്കിൻ്റെ ശ്വാസോച്ഛ്വാസം, നാസവാദ്വാരമെല്ലാം അടഞ്ഞിരുന്നതെല്ലാം അത് ചെയ്ത് ക്രമപ്പെടുത്തി, അഴുക്കും ചലവും ചളിയൊക്കെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന കുഞ്ഞല്ലയോ, അഴുക്ക് പറ്റിക്കാണ്, അതെല്ലാം തുടച്ചൊപ്പി തോർത്തി വെടിപ്പാക്കി ആ കുഞ്ഞിനെ മാറോട് ചേർത്ത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ മുറ്റുകാട് മുതൽ തൻ്റെ വീട് വരെ മുത്തം ഇട്ട് കൊടുത്തു. അങ്ങനെ കൂടെ ഇങ്ങനെ മുത്തി അങ്ങ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അവൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്ത വെച്ചാൽ, അമ്മേ, വഴി കിടന്ന് കിട്ടിയതാ, ജാകാറായി, മരണവക്ത്രത്തിൽ അകപ്പെട്ടതാ, തീരാറായതാ, അന്നേരം എൻ്റെ കണ്ണിപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട്, പെങ്കൊച്ച, ഭാരപ്പെടുകയൊന്നും വേണ്ട, വളർത്തിക്കോണം, നന്നായിട്ട് വളർത്തണം, അതിന് കൊടുക്കേണ്ട ചൊല്ലും ചോറും ഒക്കെ കൊടുത്തതിനെ നല്ല പരുവത്തിന് വളർത്തണം. എനിക്കിനി ചില പരിപാടിയുണ്ട് ആടുമായിട്ട്, അപ്പം ഞാൻ അങ്ങോട്ട് പോവുക, ഇതിനെ വളർത്തണം, മിടുക്കിയാക്കണം, പെങ്കൊച്ച സൂക്ഷിച്ചോണം, ശ്രദ്ധിച്ചോണം. പെങ്കൊച്ചായതുകൊണ്ടേ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇതിനെ വളർത്തണം. അമ്മയ്ക്ക് വളർത്താൻ അറിയാമല്ലോ, അതുകൊണ്ട് വളർത്താൻ അറിയാൻ അമ്മയുടെ തന്നെ കൊണ്ട് തരുന്നത്. ഇതിനെ വളർത്തി മിടുക്കിയാക്കി, മിടുമിടുക്കിയാക്കി, സുമുഖിയാക്കി, സുന്ദരിയാക്കി, മനോഹര രൂപണിയായി കഴിയുമ്പോൾ, ആ പ്രായവും പക്വതയും വന്നു കഴിയുമ്പം ഞാൻ തിരിച്ചു വന്ന് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞേച്ച് ഇടയ ചെറുക്കൻ തൻ്റെ ആടുകളുമായിട്ട് പയ്യെ ആടിനെ തെളിച്ച് ഗിലെയാദ് ചെരുവിൻ്റെ അങ്ങേ ചെരുവിലോട്ടങ്ങ് പോയി. സ്തോത്രം. അങ്ങനെ അമ്മയുടെ കയ്യിൽ ഈ മരണപത്രത്തിൽ അകപ്പെട്ട
ഈ പെൺകുഞ്ഞിനെ കൊണ്ട് കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തി സുരക്ഷിതയാക്കിയേച്ച് ഇടയച്ചെറുക്കൻ ആടുകളുമായിട്ട് അങ്ങ് പോയി മറഞ്ഞു. എന്തിനേറെ ഈ അമ്മ നല്ല ഒരമ്മയാ. ഈ കുഞ്ഞിനെ വളർത്തി. അമ്മ നന്നായിട്ട് കൊച്ചിനെ വളർത്തി. ഈ നല്ല അമ്മമാരുണ്ട്, പിള്ളേരെ വളർത്തേണ്ടതുപോലെ വളർത്താൻ അറിയാവുന്ന അമ്മമാരുണ്ട്. എല്ലാവരെ കൊണ്ട് ഒക്കത്തില്ല. പഴയ അമ്മമാരൊക്കെ നല്ല മിടുക്കി അമ്മമാരാ. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മ സാധാരണ മുലപ്പാലാണ് കൊടുക്കുന്നത് ആദ്യം. അതൊരു 5-6 മാസമെങ്കിലും അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കുഞ്ഞ് വളരും. മുലപ്പാൽ ഔഷധമാണ്, കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണം, അത്യാവശ്യമാണ്. ആശുപത്രിയിലൊക്കെ എന്തെങ്കിലും തടസ്സം ഉണ്ടാച്ചാ എന്തുവാ പറഞ്ഞേ? കുഴപ്പമില്ലല്ലോ, നിർത്തണമെന്ന് വല്ല ആണോ? അപ്പം അമ്മയുടെ മുലപ്പാൽ കൊടുക്കണമെന്ന് ആശുപത്രിയിലൊക്കെ കർക്കശമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഔഷധമാണ്, അത് കുടിക്കണം, നുകർന്നെടുക്കണം. ഇനി മുലകുടി പറ്റിയാൽ വേറെ പാല് മേടിച്ച് പിള്ളേർക്ക് കാച്ചി കൊടുക്കും. പാല് സമ്പൂർണ്ണ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അന്താപേക്ഷിതമാണ്. പിന്നെ മുലകുടി പഴയ നാട്ടിലെ വളർത്താണ് ഞാനീ പറയുന്നത് കേട്ടോ. ഇവിടുത്തെ വളർത്ത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ മേല. അപ്പം അത് കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരിയൊക്കെ കഴിക്കാനൊക്കെ പ്രായം വഴി ഒരു ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുക. അതിനെന്താ പറയുന്നത്? കുറുക്ക്. ഒരിക്കൽ കുറുക്കെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തി ചോദിച്ചു, മുറുക്കോ? കുറുക്ക്. അത് കുറുക്ക് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കും. പിന്നെ അത് കഴിയുമ്പം ഭക്ഷണം കഴിക്കാൻ, ചോറുമൊക്കെ കഴിക്കാൻ പ്രായമായി വരുന്ന സമയം. അത് എത്ര മാസം അമ്മാമ്മേ? 6 മാസം 8 മാസമോ എപ്പോഴാണ് ചോറ് കൊടുക്കുന്നത്? ചോറ് എത്ര മാസം ആകുമ്പോഴാണ് കൊടുക്കണം? 1 വയസ്സാകുമ്പോഴോ? ഒന്ന് പറ. ഇതുങ്ങൾക്കൊന്നും പിള്ളേരും പെറുങ്ങണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. 6 മാസം. അപ്പം 6 മാസം ആകുമ്പം പഴയ അമ്മമാര് ചോറ് നന്നായിട്ട് വേവിച്ചേച്ച് ഞെരടി ഉരുളയാക്കി കൊടുക്കരുത് കൊച്ചിന്, ഞെരടി കൊടുക്കും. പിന്നെ അതിൻ്റെ ക്രമത്തിലൊക്കെ ഓരോന്ന് കൊടുക്കും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കും. ചെറുപ്പത്തിൽ ഇതുങ്ങളെ പലതും ശീലിപ്പിക്കും. അമ്മമാരാണ് ഇതൊക്കെ ശീലിപ്പിക്കേണ്ടത്. അല്ല, അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ചോറ് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലും കൊടുക്കണമെന്ന. ചോറും ചൊല്ലും കൊടുക്കണം, രണ്ടും കൂടെ കൊടുക്കണം. ആഹാരം മാത്രം കൊടുത്താൽ പോരാ, പിന്നെന്തോ കൊടുക്കണം? ചൊല്ലും കൊടുക്കണം. ബാലശിക്ഷയും പത്യോപദേശവും പിള്ളേർക്ക് കൊടുക്കണം. അത് നല്ല അമ്മയാണെങ്കിൽ അതെല്ലാം ചെയ്യും. നല്ല അമ്മയുടെ കൈ കിട്ടണം. അപ്പം നല്ല അമ്മയുടെ ഈ കൊച്ചിനെ കിട്ടിയാൽ ചോറും ചൊല്ലും കൊടുക്കും, ഉപദേശം കൊടുക്കും, പ്രമാണം കൊടുക്കും, നല്ല കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. അല്ല, ഒത്തിരി പറയാനുണ്ടാകുമെന്ന് ഞാനിപ്പം വിസ്തരിക്കുന്നില്ല. നല്ല അമ്മയുടെ കിട്ടിയാൽ അങ്ങനെ മിടുക്കിയാക്കും. പിള്ളേർ നന്നായിട്ട് വളർത്തും. പിള്ളേരുടെ എല്ലാ ചിത്താന്തത്തിനും തുള്ളത്തില്ല. തന്നെയല്ലേ അമ്മയില്ലാതെ, എൻ്റെ ഒരു അഭിപ്രായം പറയാൻ നിങ്ങൾ യോജിക്കുവാന്ന് അറിയത്തില്ല, ഞാൻ പറയാനുണ്ട്. കൊച്ചു പെൺപിള്ളേർ 8, 5, 10 വയസ്സൊക്കെ ആയിക്കോട്ടെ, കൊച്ചു പെൺപിള്ളേരെ അമ്മയില്ലാതെ വേറൊരു വീട്ടിൽ അന്തി ഉറങ്ങാൻ വിടരുത്. സ്വന്തം അനിയത്തിയുടെ വീട്ടിലാണെങ്കിലും ഇവിടെ അനിയത്തിയാണ് നിൻ്റെ അനിയത്തി. അനിയൻ നമ്മുടെ വീട്ടിലെ അല്ല, മനസ്സിലായി കാണുമല്ലോ. ഞാൻ കുടുംബകല ഉണ്ടാക്കാൻ വന്നൊന്നും ആളുമല്ല. ഞങ്ങളൊരു കുഴപ്പമില്ലാതെ പോയാടെ ഒറ്റ പ്രസംഗം. ഇപ്പം അനിയനും ഞങ്ങളോട് മിണ്ടുക പോലും ദോഷമൊപ്പിച്ച് വെക്കരുത്. ഞാൻ എൻ്റെ ഒരു വശം പറഞ്ഞ, ഞാൻ ഓണപ്പടായിട്ട് പറയാം, അപ്പനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് അമ്മയില്ലാതെ പെൺകുട്ടികളെ വേറൊരു വീട്ടിൽ വിടരുത്. ഇപ്പം സഭകളിലുമൊക്കെ ഉണ്ട് എന്തുവാ ഈ പ്രോഗ്രാമിന് 2-3 ദിവസം പെൺപിള്ളേരെ അങ്ങ് ക്യാമ്പ്. ഇച്ചിരി ആത്മീയം കുറഞ്ഞു നിന്നാൽ മതി. മനസ്സിലായി കാണുമല്ലോ അമ്മമാർക്ക്. സംഭവങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. 3 days ക്യാമ്പ്. മോളെ ഫേബായെ വിടണം കേട്ടോ സിസ്റ്ററെ. ഉടനെ കെസിയായിക്കും പോകണം. ഉടനെ പറഞ്ഞ് അച്ഛാ പറഞ്ഞു ഞാനും. ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഇപ്പം വല്ലാത്ത കാലമാണ്, ദുഷ്ടലോകമാണ്, പാപലോകമാണ്. വഞ്ചകനാകുന്ന പിശാച് ആരെ തകർക്കുമെന്നൊത്ത് പരഞ്ഞു നടക്കുക. സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. എന്തിനേറെ നല്ല അമ്മയുടെ കിട്ടിയാൽ നല്ല ചിട്ടയെ വളർത്തും. അമ്മ നല്ല പെൺപിള്ളേരെ അമ്മയുടെ കിട്ടിയ അമ്മ അടുക്കളപ്പടത്തം പഠിപ്പിക്കും. ഇല്ലയോ? ഇല്ലേ?
അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെയും കൂടെ അടുക്കളയിലോട്ട് വിളിക്കും. വെക്കാനും വിളമ്പാനും അരിയാനും തൂക്കാനും തുടയ്ക്കാനും കഴുകാനും പെറുക്കാനും കൊടുക്കാനും വാങ്ങാനും എടുക്കാനും ഉടുക്കാനും എല്ലാം അമ്മ പഠിപ്പിക്കണം. തോരനരിയുന്ന ഇങ്ങനെയാണ്, സാമ്പാറിനരിയുന്ന ഇങ്ങനെയാണ്, മെഴുക്ക് പുരട്ടിക്ക് ഇങ്ങനെയാണ്, അവിയലിന് അല്ലേ അങ്ങനല്ലേ? അവിയലിന് എങ്ങനെ അരിയുന്നത്? നീളത്തില്ല. സാമ്പാറിനോ ഷോർട്ട്. അതൊക്കെ അമ്മ പഠിപ്പിക്കണം. ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം ആയപ്പോൾ ഞാൻ ചോദിച്ചു, സൂസമ്മേ അവൾക്ക് എന്തെങ്കിലും വെക്കാനും വിളമ്പാൻ അറിയാം? അവൾക്ക് പിന്നെ പപ്പടം കാച്ചാൻ അറിയാം. 24 വയസ്സുകൊണ്ട് അമ്മ പഠിപ്പിച്ചതാണ് മോളെ പപ്പടം കാച്ചാൻ. ഇപ്പം ഗവൺമെൻറ് ITA 3 വർഷത്തെ കോഴ്സിനൊന്നും വിടണ്ട. അത് എണ്ണ കായുമ്പം പപ്പടം ഇട്ട് കൊടുത്താൽ മതി. അത് പൊള്ളിഞ്ഞ് വന്നു. അമ്മ പഠിപ്പിച്ചതാണ്. 24 വയസ്സ് കൊണ്ട് പെങ്കൊച്ചിനെ പഠിച്ച പപ്പടം കാച്ചാൻ. ഒക്കെ പപ്പടം കാച്ചാൻ അറിയാം. പിന്നെ എന്നെ അറിയാം, കാച്ചുന്നതെല്ലാം ഉടച്ച് കഴിക്കാനും അവൾ തന്നെ കാച്ചുക, അവൾ തന്നെ. നല്ല അമ്മയുടെ ഈ പെൺകുട്ടിയെ കിട്ടിയാൽ അടുക്കളപ്പെടുത്തവും പഠിപ്പിക്കും അമ്മ. എൻ്റെ കാരണം കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവം നിങ്ങൾക്ക് തന്ന പെൺതലമുറകളെ വിവാഹം ചെയ്ത് അയക്കേണ്ടതാണ്. അവർക്ക് നല്ല കുടുംബജീവിതം വേണ്ടേ? അപ്പം അവിടെ ചെല്ലുമ്പോൾ അവൾ കുഴയരുത്. പപ്പടം മാത്രം കാച്ചി കൊടുത്താൽ അവൻ സമ്മതിക്കുമോ? എന്നോ അവന് പപ്പടം. പപ്പടം പൊടിച്ച് അവൻ്റെ. അപ്പം നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പം നല്ല അമ്മയുടെ കിട്ടിയ ഇതെല്ലാം അടുക്കളപ്പെടുത്തം പഠിപ്പിക്കും. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല അധികം, എന്തിനാ വെറുതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഇനി മറുവശം പറയാൻ, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെൺപിള്ളേരെ പഠിപ്പിച്ച് മിടുക്കിയാക്കി വിട്ടാൽ. ഞാൻ എനിക്ക് പ്രസംഗിച്ചപ്പോൾ ഒരു പെങ്കൊച്ച് പറഞ്ഞു, ഞാൻ TPM പോകുമെന്ന്. കല്യാണം കഴിച്ച് വിടുമ്പോഴല്ലേ പ്രശ്നമുള്ളത്. ഞാൻ പറഞ്ഞു, കൊള്ളാം, TPM പോകും, നല്ല ചേലായി. നീ പോകുന്നെങ്കിൽ അങ്ങോട്ട് തന്നെ നിന്നെ വറുത്ത് പോരും അതിനകത്തിട്ട്. അവിടെ നിന്റെ യാതൊരു വേലയും നടക്കുകയില്ല. ബാക്കി എന്നാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് തുണി കഴുകി തന്നെ നിന്റെ ഊപ്പാട് വരും. അവിടെ ചെയ്തേ നോക്കൂ. അവിടെ നല്ല ശിക്ഷയിലാണ് വളർത്തുന്നത്. നല്ല ചിട്ടയുണ്ട് അവിടെ. പായിടണം, തൂക്കണം, തുടയ്ക്കണം, പരിസരമൊക്കെ വൃത്തിയാക്കണം. ദൈവദാസന്മാരും സീനിയർ മദർമാർ കാണും, അവരെ ശുശ്രൂഷിക്കണം. ഞാൻ പറഞ്ഞാൽ നീ പോകുന്നെങ്കിൽ അങ്ങോട്ട് തന്നെ പോകാൻ പറഞ്ഞു, TPM-ലോട്ട്. നല്ല ചേലായിരിക്കും നിനക്ക്. അപ്പം അമ്മ പെൺപിള്ളേരെ ഇങ്ങനെയൊക്കെ നല്ല മിടുക്കിയാക്കി പഠിപ്പിച്ചെടുത്താൽ, അടുക്കളപ്പെടുത്തം സെക്കുലർ പഠിത്തം വേണം കേട്ടോ, അത് വേണ്ടെന്നല്ല, അത് അത്യാവശ്യം, അതിലും അത്യാവശ്യം അടുക്കളപ്പെടുത്തം. അങ്ങനെയൊക്കെ അമ്മ മോളെ പഠിപ്പിച്ച് മിടുക്കിയാക്കി എടുത്താൽ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അന്തസ്സായിട്ട് ബന്ധുക്കെ വീട്ടിൽ ചെല്ലാം. ബന്ധുക്കെ വീട്ടിൽ അന്തസ്സായിട്ട് ചെല്ലാം. അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് വെച്ച് പോകേണ്ടി വരും. അല്ലെ പറയാൻ വിളിച്ച്, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വരത്തില്ല, ഞാൻ താഴത്തെ വെയിറ്റിംഗ് ഷെഡിലാണോ മോളെ കെട്ടിച്ച് വിട്ടേ? അവിടെ ഒന്നാമതൊരു വീടുണ്ട്, അങ്ങോട്ട് എല്ലാവരൊക്കെ കാരണം അവിടുത്തെ തള്ള നിന്നെ കാണാനിരിക്കുക. കാരണം സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ ഫോട്ടോയ്ക്ക് നിന്നപ്പോൾ അവരൊന്ന് കണ്ടതാ. പിന്നെ നിന്നെ ഇന്ന് വരെ അവർ കണ്ടിട്ടില്ല. കുമ്പനാട് വെച്ച് നീ ഇങ്ങനെ പാസ് ചെയ്യുന്ന കണ്ടു. നീ വണ്ടിയെ കയറിപ്പോയി അവരതിന് നോക്കിയിരിക്കുക. അവർ റോഡ് പണിക്കിട്ട് മെറ്റിലെടുത്ത് പാത്ത് വെച്ചിട്ടുണ്ട്, എന്നെ അന്ന് ഡാഷ് പൂരാക്കരോ അത്ര അറിഞ്ഞ. മോളെ നന്നായിട്ട് പഠിപ്പിച്ചൊക്കെ മിടുക്കിയാക്കി എടുത്താൽ അമ്മയ്ക്ക് ബഹുമാനം കിട്ടും. അമ്മ ആ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാർ പറയും, നമ്മുടെ ബ്ലസ്സിയുടെ അമ്മയാ കേട്ടോ. ആ വീട്ടുകാരും പറയും, ബ്ലസ്സി നിന്റെ മമ്മി വരുന്നെന്നാ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. ആ സഭക്കാർക്കും ഇഷ്ടമാണ്, നമ്മുടെ ബ്ലസ്സിയുടെ അമ്മയാന്ന് പറയും. എൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല മിടുക്കിയാക്കി സുമുഖിയാണ്. വീട്ടുകാരത്തിനെല്ലാം അവൾ നല്ല സഭയിൽ വന്നാലും വീട്ടിലാന്നേലും എല്ലാം നല്ല മിടുമിടുക്കിയ. അപ്പം അമ്മയ്ക്കൂടെ ബഹുമാനം കിട്ടും. അല്ലേ അമ്മ ബസ് സ്റ്റോപ്പിൽ ഇരുന്നേച്ച് ഒരുമാതിരിപ്പെട്ടതെല്ലാം വെയിറ്റിംഗ് ഷെഡ് ഇരുന്ന് പോവുക. അതുകൊണ്ട് ഈ യോഗം കഴിയുമ്പോഴെങ്കിലും നിൻ്റെ വെയിറ്റിംഗ് ഷെഡ് മാറിയേച്ച് നീ ആ വീട്ടിൽ ചെല്ലാൻ ദൈവം നിനക്ക് കൃപ നൽകട്ടെ. അപ്പം എന്തായാലും ഒരു കാര്യം പറയാം, ഈ അമ്മയുടെ കയ്യിൽ ഈ പെൺകുട്ടിയെ കിട്ടിയോണ്ട് ഇവളെ മിടുക്കിയാക്കി എടുത്തു, മിടുമിടുക്കിയാക്കി സുമുഖിയാക്കി. അവിടെ സൗന്ദര്യത്തിൻ്റെ വിശേഷത ധാരാളം ഭാഗത്തെടുത്ത് വായിക്കേണ്ടതാ. അതിനൊന്നും തുനിയുന്നില്ല. ഇതിലെ കൂടെ കാച്ചിക്കുറുക്കി ഒരു വാക്യം തരാം. ശൂലമിയുടെ സൗന്ദര്യം മിടുക്കിയാക്കി അമ്മ.
മിടുമിടുക്കിയാക്കിയപ്പോൾ ഇവർക്ക് സൗന്ദര്യം കൊണ്ട് അഗാധമായ സൗന്ദര്യം. ആ സൗന്ദര്യത്തിന്റെ വിശേഷത ഒത്തിരി ഉണ്ടെങ്കിൽ എല്ലാ വാക്കും എടുപ്പിക്കുന്നില്ല. ഒരു വാക്യം മൊത്തം കാച്ചി കുറുക്കി 6:10 വായിച്ചേ. ഇവിടെ സൗന്ദര്യത്തിന്റെ ശ്രേഷ്ഠത 6:10. അരുണോദയം പോലെ ശോഭയും, അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും. കൊടുമുടികളോട് കൊടികളോട് കൂടി. ഞാൻ ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു മേടിക്കും. ബൈ സ്കൂളിലെ. ഒന്നുകൂടെ വായിച്ചേ. കൊടികളോട് കൂടിയ. വായിച്ചോ കുഴപ്പമില്ല. കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത ഉള്ളോരിവൾ. ഉണ്ടോ അവിടെ സൗന്ദര്യം? അപ്പൊ അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത ഉള്ളോരിവൾ. എന്തോ മിടുമിടുക്കി. അങ്ങനെ മിടുമിടുക്കിയാക്കി ഈ പെൺകുട്ടിയാക്കി. ഇനി ഒരു വ്യാഖ്യാനം തന്നേച്ച് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. ഒരു വ്യാഖ്യാനം തരാം. ഇങ്ങനെ മിടുമിടുക്കിയാക്കി നിന്ന സമയത്ത് ഒരിക്കൽ അമ്മയുടെ പുത്രന്മാർ വന്ന് ഈ വളർത്തു വീട്ടിൽ നിന്ന് ശൂലേമിയെ ബലാൽക്കാരെ പിടിച്ചു വലിച്ച് അവരുടെ മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. ശൂലേമിയെ എതിർക്കാനോ കയർക്കാനോ ഒക്കാഞ്ഞത് കൊണ്ട് അവൾ അവിടെ കാവൽ ചെയ്തു. ആ മുന്തിരിത്തോട്ടം നന്നാക്കിയെടുത്തു, തടമെടുത്തു, വാരം കോരി, വള്ളിത്തല മുറിച്ചു. അധികം ഫലം കായ്ക്കാൻ ചിലതിനെ ചെത്തി. കാരണം ഈ അമ്മ പഠിപ്പിച്ചതാ, അതുകൊണ്ട് അവൾക്കതെല്ലാം അറിയാം. ചെത്തി, സമയത്ത് വളമിട്ടു, വെള്ളം എടുത്തു, വള്ളിത്തല മുറിച്ചു. അങ്ങനെ ആ മുന്തിരിത്തോട്ടം മെച്ചമാക്കി. അങ്ങനെ മെച്ചമാക്കിയ സന്ദർഭത്തിലാണ് ശലോമോൻ അതിലെ വരുന്നത്. അപ്പൊ ഞാൻ 1-2 വ്യാഖ്യാനം തരാം. ഈ വ്യക്തികളെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോയ ഈ മരണവക്ത്രത്തിൽ അകപ്പെട്ട് കിടന്ന പെൺകുട്ടിയും എവിടെ പെറ്റമ്മയും പോറ്റമ്മയും പിടിച്ചോണ്ട് പോയ സഹോദരന്മാരും വന്ന് രക്ഷിച്ച ഇടയച്ചെറുക്കനും ഇതാ അതിന്റെ വ്യാഖ്യാനം പറയുക. പെറ്റമ്മ ലോകമാതാവ, കരടയില്ലാത്ത സ്ത്രീ. ആ പോറ്റമ്മ ആരാന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇടയച്ചെറുക്കൻ ആരാന്ന് ചോദിച്ചാൽ തർക്കം കൂടാതെ പറയാ, അവൻ ഞാൻ നല്ല ഇടയനാകെന്ന് പറഞ്ഞ യേശുക്രിസ്തു. ജീവൻ പോകാറായി മരണപത്രത്തിൽ അകപ്പെട്ട് കിടന്ന പെങ്കൊച്ച ഏതാന്ന് ചോദിച്ചാൽ ആ പെങ്കൊച്ച ഈ ഞാനും വന്നിരിക്കുന്ന നിങ്ങളും. ഒരു കണ്ണിന് പോലും തയ്യാറോന്നാതെ മരണത്തെ മുഖാമുഖമായി കണ്ട് നിരാശ കയറി ഭാരങ്ങൾ വഹിച്ച് വല്ലാത്ത വേദനയിൽ ഇനി രക്ഷയില്ലെന്ന് വിധിയെഴുതി നാട്ടുകാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരെല്ലാം വിധിയെഴുതി നീ അസ്തമിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന ഇടയൻ നിന്നെ കോരിയെടുത്തത്. സ്തോത്രം. അപചേറ്റിൽ നാം വീണു വലഞ്ഞപ്പോൾ, പാപച്ചേറ്റിൽ നാം വീണ് വലഞ്ഞപ്പോൾ, നാം താണു കരഞ്ഞപ്പോൾ, പാവനനാം ശ്രീയേശു നമ്മെ കോരിയെടുത്തല്ലോ. പാവനനാം ശ്രീയേശു നമ്മെ കോരിയെടുത്തല്ലോ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം. പാടാം പാടാം പുത്തൻ പാട്ടുകൾ പാടാം. നമ്മെ പോലെ നന്മ ലഭിച്ചവർ മന്നിതിലില്ലല്ലോ. നമ്മെ പോലെ ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. വിമോചിതരായല്ലോ. ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. ശിക്ഷായോഗ്യർ. ഓ പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം. പാടാം പാടാം. ഓ നമ്മെ പോലെ നന്മ ലഭിച്ചവർ മന്നിതിലില്ലല്ലോ.
ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്ത്. അപ്പൊ ഇടയച്ചെറുക്കൻ മറ്റാരുമല്ല, കർത്താവാകുന്ന ക്രിസ്തു. ഈ മരണത്തോട് മല്ലടിച്ച് മരണവക്ത്രത്തിൽ അകപ്പെട്ട് കിടന്ന പെങ്കൊച്ച ഞാനും നിങ്ങളുമില്ല. ഇത് ശലോമോൻ ആരാന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ ആഡംബരത്തെ കാണിക്കുക, ലോകമോഹം, ലോക ഇമ്പം, ലോകത്തിന്റെ പ്രൗഢി, പത്രാസ്, അതിനൊക്കെ നിഴല ശലോമോൻ. എന്തിനേറെ ഇതാ ഇതിന്റെ വ്യാഖ്യാനം. ഈ പോറ്റമ്മ മറ്റാരുമല്ല, പരിശുദ്ധാത്മാവ. നല്ല അമ്മയായ പോറ്റമ്മയാകുന്ന പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊച്ചിനെ കൃത്യം കൊണ്ട് കൊടുത്തത് കൊണ്ട് അമ്മ അതിനെ വളർത്തേണ്ട വിധത്തിൽ കൊടുക്കേണ്ടതൊക്കെ അതാറ് സമയത്ത് കൊടുക്കും, കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കും, അതിന് അളവുണ്ട്, അതിന് ക്രമമുണ്ട്. അങ്ങനെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിൻ്റെ പരുവത്തിനാക്കി കഴിഞ്ഞപ്പോൾ അവൾ നല്ല മിടുകിയായി. കണ്ണും മൂക്കും നാക്കും ചുണ്ടും ചൊടിയും നിപ്പും നടയും ഉടയും ആ പോക്കും എല്ലാം നല്ല കൃത്യത്തിനൊത്ത്. അതാ 6-10 അരുണോദയം പോലെ ശോഭ, ചന്ദ്രനെ പോലെ സൗന്ദര്യം, സൂര്യനെ പോലെ നിർമ്മല, ഒക്കെ അവിടെ വിശേഷത. അങ്ങനെ തന്നെ മിടുമിടുക്കിയായി തിള. അപ്പൊ ഈ ആര് കണ്ടാലും ഇവളെ നോക്കും. ആരെ? ഇയോടാ ശൂലേമിയെ. അപ്പൊ ആര് കണ്ടാലും ഇവളെ ഒന്ന് നോക്കും. അത്ര മിടുമിടുക്കിയാക്കി. കാരണം പരിശുദ്ധാത്മാവാ വളർത്തിയത്. ഇവള് വളർന്നു വന്നത് പരിശുദ്ധാത്മാവ് നന്നായിട്ട് വളർത്തിയപ്പോൾ വരങ്ങളും ഫലങ്ങളും ഉണ്ടായി. വരോ അറ, ഫലമേതാ, വരമേതാ? വരം പറ. വരം അതെ, ഏതൊക്കെയാന്ന് പറയാൻ. പ്രവചനമാ മുന്നിൽ നിൽക്കുന്നേ. എന്നാലും ആട്ടെ, ഉള്ളതാട്ടെ. പ്രവചനം, ഒരുത്തനെ ജ്ഞാനത്തിന്റെ വചനം, ഒരുത്തനെ പരിജ്ഞാനത്തിന്റെ വചനം, ഒരുത്തന് വീര്യപ്രവൃത്തി, ഒരുത്തന് പ്രവചനം, ഒരുത്തന് ഭാഷകട വ്യാഖ്യാനം, ഒരുത്തന് വിവിധ ഭാഷ. ഇതൊക്കെയാ വരങ്ങള്. ഫലമോ? ഉറക്കെ പറ. സ്നേഹം. എല്ലാവരുടെ പറയണ്ട, ഒരാൾ പറ. സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, ദീർഘക്ഷമ, ഇന്ദ്രിജയം. കണ്ടില്ലല്ലോ. അപ്പൊ 9 വിധത്തിലുള്ളതായ ഫലങ്ങൾ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അപ്പോൾ 9 വരങ്ങളും പിന്നെ 9 ഫലങ്ങളും പിന്നെ ഉണ്ട് വരങ്ങള്. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ ഈ വരങ്ങളാലും ഫലങ്ങളാലും ഇവള് നല്ല സുമുഖിയാക്കി മിടുമിടുക്കിയാക്കി നല്ല സുന്ദര സ്വരൂപിണിയായി നിൽക്കുക. ഈ ശൂലേമി ആര് കണ്ടാലും നോക്കും, ഓടിച്ച് പറയാം. അങ്ങനെ ഇവള് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ അമ്മയുടെ പുത്രന്മാരുടെ മുന്തിരിത്തോട്ടത്തിന് കാവൽ നിന്ന് ഇവള് വിശ്വസ്തയും മിടുക്കിയായതുകൊണ്ട് പരിശുദ്ധാത്മാവ് വലിയ ചിച്ചിങ്ങോട്ട് നല്ല വളർത്തി വിട്ടത്. അതുകൊണ്ട് ഇവിടെ ഈ തോട്ടം നല്ല മെച്ചമാക്കി. ആ കാലത്ത് ഈ തോട്ടം പോലെ വേറൊരു തോട്ടമില്ല. ഓടിച്ച് പറയാം. ഒരിക്കൽ ശലോമോന് ബാൽഹാമോനിൽ ഒരു തോട്ടമുണ്ട്. അപ്പം ശലോമോൻ ഒരിക്കൽ ഈ വേനൽക്കാല അവധിക്ക് വിശ്രമിക്കാനായിട്ടൊന്ന് വന്നു, പിക്നിക്ക്. അപ്പം ശലോമോൻ ഒരു പിക്നിക്കിന്, ഇപ്പം ഈ ഉപവാസ പ്രാർത്ഥന വെച്ച ആൾക്കാർ വരികയില്ല, പിക്നിക്കിന് എല്ലാവരും കുഞ്ഞുകുട്ടി ആവാലവൃത്തം പിക്നിക്ക്. ഉപവാസ പ്രാർത്ഥന വെച്ചാൽ പാസ്റ്ററും കാണും, പാസ്റ്ററുടെ ഭാര്യയും കാണും, ജാതം പെടാത്തൊരു തള്ളയും കാണും, തോത്രം പറയാത്തൊരു വല്യപ്പനും കാണും. ഒരു തമ്പേറിട്ട് ചടിക്കുക, തീ കത്തിക്കുക എന്ന്. അപ്പം ശലോമോൻ ഒരിക്കൽ പിക്നിക്കിനെ ഒന്ന് വന്നു. അപ്പം പിക്നിക്കിന് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഓടിച്ച് പറയാം, എല്ലാം ഇവർക്ക് സമയം പോകുന്നു. ശലോമോൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ രീതിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വല്ലോ കുടിക്കണം. നമ്മൾ കുടിക്കുമ്പോൾ ജീരകവെള്ളമൊന്നും അല്ല കുടിക്കുന്നത്. പുള്ളിക്ക് നല്ല വീര്യമുള്ളത് വേണം. എന്നാൽ പുള്ളി കൃപയെന്ന് പോയി നിൽക്കുകയാണല്ലോ. അപ്പം വീര്യമുള്ളത് വേണം. അപ്പോൾ അത് വീഞ്ഞവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പം പടന്മാരെ 4 വഴിയും ചെതറിച്ച് ഇന്ന് വീഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. മുന്തിരി അവന്മാർ 4 വശവും പരുത് കിടന്നിട്ടൊന്നും മുന്തിരിയും വീഞ്ഞും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇവന്മാർ നിരാശയോടെ, ഭടന്മാർ നിരാശയോടെ വന്നപ്പോൾ ആര് ചോദിച്ചു, നിങ്ങളെവിടെ പോയതാ? ഞങ്ങൾ മുന്തിരിക്ക് പോയതാ. അത് കിട്ടിയോ? ഇവിടെങ്ങില്ല. അപ്പം വന്ന പുള്ളി പറഞ്ഞ് മുന്തിരിയുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെ അടുത്തൊരു തോട്ടമുണ്ട്. എവിടെ? അടുത്ത അവിടെ മുന്തിരി ഉണ്ട്. ഉള്ള നല്ല കൊലക്കണക്കിന് യോശുവയുടെ പുസ്തകത്തിൽ പറമ്പിൽ തോളെ വെച്ച് കൊണ്ടുവരുന്ന പരുവത്തിന് കിടക്കുക മുന്തിരിക്കൊല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തിവട്ട ശൂലേമി ഇത് ക്രമപ്പെടുത്തിയത് കൊണ്ട് മുന്തിരിക്കൊല ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ മുന്തിരിക്കൊല. അപ്പം മുന്തിരിക്കൊല നല്ല ഈടുറ്റ മുന്തിരിക്കൊലകൾ തിങ്ങി
ഇത് ഇടതൂർന്ന് കിടക്കുക. പഴയ മോശവത്സന ശാസ്ത്രി ഞാനൊന്നൊരു പാട്ട് പാടി ഇങ്ങനെ: അത്തിവൃക്ഷം തള്ളിർത്തു നല്ല പച്ചക്കായ്കൾ തരുന്നു, അത്തിവൃക്ഷം തള്ളിർത്തു നല്ല പച്ചക്കായ്കൾ തരുന്നു, മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു, മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. പാട്ട് പാടുന്ന കാലം വന്നിരിക്കുന്ന പക്ഷികൾക്ക്, പാട്ട് പാടുന്ന കാലം വന്നിരിക്കുന്ന പക്ഷികൾക്ക്, കാട്ടുപ്രാവിൻ ശബ്ദം നമ്മുടെ ദേശത്ത് കേൾക്കുന്നിതാ, കാട്ടുപ്രാവിൻ ശബ്ദം നമ്മുടെ ദേശത്ത് കേൾക്കുന്നിതാ. പാടാൻ നേരമില്ല. അപ്പം നല്ല ഇടതൂർന്ന മുന്തിരി കുലകൾ. അപ്പൊ ഇവര് പറഞ്ഞു ഇവിടെ അടുത്ത് മുന്തിരിയുണ്ട്, മുന്തിരിക്കൊലയുണ്ട്. അപ്പൊ ഭൃത്യന്മാർ ചാടി കേട്ട പാതി ശലോമോന് കൊടുക്കണ്ടേ, ഓടി ചെന്നപ്പോ പറഞ്ഞതിലും മെച്ചമായിട്ടാ മുന്തിരിക്കൊല. അപ്പൊ ഇവന്മാര് ആർത്തിയോടെ ഈ ശലോമോന് കൊടുക്കാനുള്ള വ്യഗ്രതയിൽ ചാടി തോട്ടത്തിനകത്തോട്ട് കയറി. തോട്ടത്തിനകത്ത് കയറി മുന്തിരിക്കൊലയെ എൻ്റെ ഭാവനയും കൂടെ ചേർത്ത് പിടിച്ച് ഒടിക്കാനൊരുങ്ങിയപ്പോൾ ഒരു ശബ്ദം തുടരുതെന്ന് പറഞ്ഞു. അമ്മേരപ്പോ ഓർത്ത് തോന്നിയതായിരിക്കും ഒന്ന് ശബ്ദം. പിന്നെ ഒരുത്തൻ കയറി ഒടിച്ച് എടുക്കാനായിട്ട് വരുമ്പോ തുടരുത് നോക്കി നോക്കിയപ്പോൾ ഒരു പെങ്കച്ചാ നിൽക്കുന്നത്. നോക്കിയപ്പോൾ അവള് വെയിൽ കൊണ്ട് കറുത്തൊക്കെ ആയിരിക്കുന്നത്, ഇരൾ നിറമൊക്കെ. നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? ഇരൾ നിറം പറ്റിയ കറുത്തുമൊക്കെ ആയിരിക്കുന്നെങ്കിൽ നല്ല ശബ്ദമാണ്. തുടരുതെന്ന് പറഞ്ഞു. അമ്മയുടെ അകവാളം കടക്കടാന്ന് പറഞ്ഞു വിളി. ഓടിച്ച് പറയാം, ഇന്നിപ്പം 9:30 യോഗം മിക്കവാറും നിർത്തുമെന്ന് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഇച്ചിരി അപ്പാസിയാലെ ലാറ്റ് യോഗമല്ലയോ, ഇച്ചിരി കേട്ടച്ച് പോയാൽ മതി. ഇനിയിപ്പം എവിടെയെങ്കിലും ഒന്നുകൊണ്ട് ഒപ്പിക്കണ്ടായോ? ഈ ബസ്സേ നമ്മൾ സാധാരണ കയറിയ സ്റ്റോപ്പിലല്ലയോ കൊണ്ട് നിർത്താം. അപ്പോൾ ഞാനൊരു സ്റ്റോപ്പിൽ കൊണ്ട് നിർത്താം. ഇടയ്ക്കിറക്കിയാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഊപ്പാട് വരും. സ്റ്റോപ്പിൽ ഇറക്കാണ് തിരിച്ചാ പോകണമെങ്കിൽ വേറൊരു ബസ്സിന് കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്യാം. അങ്ങോട്ട് മുന്നോട്ടാ പോകുന്നെങ്കിൽ കുറച്ച് നടന്നാൽ മതി. അപ്പോൾ ഞാനൊരു സ്റ്റോപ്പിൽ ഇറക്കിയ ചങ്ങ് പോയേക്കാം. അപ്പം ഈ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് പേടിച്ച് പോയി. ഇമാർ അകവാള് വെട്ടി. ഇമാർ പറഞ്ഞ് ഞങ്ങൾ ശലോമോൻ്റെ ആൾക്കാരാണെന്ന്. അവൾ പറഞ്ഞു പോടാന്ന് പറഞ്ഞു. അപ്പോൾ യമ്മമാർ വേണ്ടി ഞങ്ങൾ ശലോമോൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞു. അവൾ പോടാന്ന് പറഞ്ഞു ശലോം. അപ്പോൾ യമ്മമാർ പറഞ്ഞു നിനക്ക് ശലോമനെ അറിയാവോ? പോടാ. എല്ലാം ആ കണക്കിട്ട് അവൾ ശാസിച്ചത് നന്നായിട്ട് ശാസിച്ചു. കാരണം ആ പരിശുദ്ധാത്മാവല്ലയോ വളർത്തി വിട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശിക്ഷണത്തിലല്ലയോ കൃപകളും വരങ്ങളും ഉണ്ടല്ലോ. ആട്ടി പുറത്താക്കി. എൻ്റെ ഭാഷ പറഞ്ഞ ഒറ്റ ആട്ടിന് ഇവന്മാർ ഒരുത്തൻ വെളിയിൽ പോയി. മറ്റവൻ ആട്ട് കൊള്ളുന്നതിന് മുന്നേ അവൻ ചാടി അങ്ങ് ഇറങ്ങി. നല്ല ഇവള് കറുത്തൊക്കെ ആയിരിക്കുന്നെങ്കിലും നല്ല ശാസിച്ചാൽ നല്ല എഫക്റ്റാ. ഇല്ല വീട്ടിലെ കൊച്ചമ്മയ്ക്ക് ശാസിക്കാൻ മേലെ യാസം മുട്ടല്ലല്ലയോ, പിന്നെ അങ്ങനെ ശാസിക്കാനാ. പക്ഷേ പാടത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ അവന് ദാരിദ്ര്യ ദുഃഖത്തിലൊക്കെ ജീവിക്കുന്ന സഹോദരി അതെല്ലാം കില്ലാരി പോലെ ഇരിക്കുന്നെങ്കിലും ആത്മാവിലം കൊണ്ട് പറഞ്ഞു ഒരു പലസനെ പലസിച്ച ആമ 50 കിലോ ഉള്ള കൊച്ചമ്മ 3. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവള് ശാസിച്ചു. അവന്മാര് തെറിച്ചു പോയി. അപ്പൊ ഇമാര് വെളിയിൽ കിടന്നോണ്ട് പറഞ്ഞു ഞങ്ങൾ ശലോമോന്റെ ആളാടി എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു പോടാന്ന് പറഞ്ഞു. നിങ്ങൾ ശലോമോന്റെ ആളല്ലേ? ഞാൻ ശലോമോനിലും വലിയവന്റെ ആളാണ്. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, യോനയിലും വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, എല്ലാറ്റിലും എല്ലാം വലിയവനാകുന്ന നസ്രയനാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി മഹോന്നതനായ വലിയവനായ നിത്യനായ സർവജ്ഞനായ സർവശക്തനായ യോനയിലും വലിയവനായ ശലോമോനിലും വലിയവനായ ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ പണി നോക്കടാ പോടാന്ന് പറഞ്ഞു. എന്തിനേറെ വിവരിക്കാൻ നേരമില്ല. ഇതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാ. ഇവന്മാര് ആട്ടും കൊണ്ടേച്ച് പമ്മി വരിക. അപ്പോൾ ശലോമൻ ഇങ്ങനെ കിടക്കുക വീഞ്ഞു കുടിക്കാൻ. അപ്പോൾ ശലോമൻ ചോദിച്ച് എന്ത് ചേട്ടാ കിട്ടിയില്ലെന്ന് പറഞ്ഞു. മുന്തിരിയില്ല ഇവിടെങ്ങും ഇല്ലയോ? ആട്ടുകൊണ്ടതിൻ്റെ ക്ഷീണം തീർന്നില്ല, അതുകൊണ്ട് മിണ്ടാൻ പോലും മേല. അപ്പോൾ ഞാൻ ചോദിച്ചു എടേ മുന്തിരി. അപ്പോൾ അതിൽ കിടന്ന കിടപ്പ് ചോദിച്ചു മുന്തിരി ഇവിടെങ്ങും ഇല്ലയോടാ? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഇവിടെങ്ങും ഇല്ല, പിന്നെ ഉള്ളൊരു സ്ഥലം ഉണ്ട്.
അപ്പം ഞാൻ ചോദിച്ചു അതെവിടാ? അതിവിടെ അടുത്തൊക്കെയാ. മുന്തിരിങ്ങ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് മുന്തിരിക്കൊല. പിന്നെ എന്നാടാ കിട്ടാഞ്ഞ് വിളഞ്ഞില്ലേ? വിളഞ്ഞതും ഉണ്ട്, വിളയാത്തതും ഉണ്ട്, പക്വത വന്നതും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കൊണ്ടുവരാഞ്ഞ് എന്നാന്ന് ചോദിച്ചാൽ തരികയില്ല. അതാരാ? അതിനൊക്കെ അവിടെ ആളുണ്ട്, അവർ തരികയില്ല. അപ്പോൾ ചോദിച്ചാൽ ആരാടാ തരാതെ? അതിൻ്റെ ചുമതലപ്പെട്ടവരുണ്ട്, അവർ തരികയില്ല. എടാ ആരാ തരാത്ത ആളിൻ്റെ പേര് പറ. ഇവരെന്ത് ചെയ്താൽ ജന്മം ചെയ്താൽ പേര് പറയുകയല്ല. കാരണം പേര് പറഞ്ഞാൽ ഇയാൾ ഇളകും. കാരണം ഇത് പെങ്കൊച്ചാന്ന് പറഞ്ഞാൽ ഇയാൾ ഇളകും. ശലോമോൻ ഇയാൾക്ക് അതൊരു ബലഹീനതയുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇവന്മാർക്ക് ആളിനെ അറിയാമല്ലോ, ശലോമോനെ. അപ്പോൾ അമ്മമാർ പറഞ്ഞ് അതിന് ആളുണ്ടെന്നും പറഞ്ഞ് നിൽക്കുക. അവസാനം ഇടഞ്ഞപ്പോൾ ചോദിച്ചു ആളാരാന്ന് പറയണോ? നിമ്മരി പെങ്കൊച്ച അതിൻ്റെ തോട്ടക്കാരി എന്ന് പറഞ്ഞാൽ ഇയാൾ അന്നേരം ഇളം. കാരണം ഇയാൾ ഇതിൻ്റെ ഒരാളാണ്. വായിച്ചേണ്ട 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വചനത്തിൽ നിന്ന് തെളിയിച്ചു പോകാം. പിന്നെ നോട്ടമൊക്കെ കണ്ടിട്ട് ഞാൻ ദോഷമൊപ്പിക്കുന്ന പോലെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ന്റെ 1 വായിച്ചേ അമ്മാമേ. ആ, ശലോമോൻ രാജാവ് പറവോന്റെ മകളെ കൂടെ പണ്ട് കുതിരയ്ക്ക് പോയ സമയത്ത് ഒരു കല്യാണം അവിടെ നടത്തിയതാണ്. അതാ കുതിരക്കച്ചോടും പിന്നെ ബ്രോക്കർ പണിയായിരുന്നു. അതാ പറവോന്റെ പുത്രി അന്ന് കെട്ടിയതാ. ആ പെണ്ണിനെ കൂടാതെ മോബാബിയർ, അമോര്യര്, ഏദോമ്യര്, സീദോന്യര്, ഹിത്യര്, പുള്ളിക്കൊറ്റ ശുശ്രൂഷയുള്ളൂ, വിവാഹ ശുശ്രൂഷ. ദീർഘവർഷങ്ങളായിട്ട് പുള്ളി ചെയ്യുന്ന ഒരേ ഒരു ശുശ്രൂഷ. ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും പുള്ളിയെ കൊള്ളത്തില്ല, വിവാഹ ശുശ്രൂഷ. ചെന്നിടത്തെല്ലാം അങ്ങ് കല്യാണമാണ്. അങ്ങനെ കഴിച്ചപ്പോൾ ഈ സ്ത്രീകളൊരു ബലഹീനതയായതുകൊണ്ട് ദേവന്മാർക്കറിയാം പെങ്കൊച്ചൻ്റെ കാര്യം പറഞ്ഞാൽ ഇയാൾ ഇളകുവന്ന്. പിന്നെ ശലോമോൻ മൂച്ചിട്ട് പറഞ്ഞടാ ആളിനെ പറഞ്ഞില്ലേ തലവിട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ അമ്മമാർ പേടിച്ചു പറഞ്ഞത് തിരുമേനി അത് മുന്തിരിങ്ങ തരാത്തൊരു പെങ്കൊച്ചാന്ന് പറഞ്ഞു. പെങ്കൊച്ചാന്ന് പറഞ്ഞു. പെങ്കൊച്ചെന്ന് കണ്ടപ്പോൾ പുള്ളി ഇളകി. അപ്പോൾ ചോദിച്ചു എങ്ങനുണ്ട്? അപ്പം അവർ പറഞ്ഞ അവൾ കറുത്തൊക്കെ ആയിരിക്കുന്നെങ്കിലും മിടുക്കിയാ. വെയിൽ കൊണ്ടങ്ങാണ്ട് കറുത്തതാ, പക്ഷെ തേച്ച് കുളിപ്പിച്ചെടുത്താ മിടുക്കിയാ, പക്ഷേ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പറഞ്ഞില്ലയോടെ ശലോമോൻ്റെ ആൾക്കാരാ നിങ്ങൾ പറഞ്ഞില്ലേ? അവർ പറഞ്ഞ് ശലോമോൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ അവൾ ആയത്തിലൊരു ജാതി സാധിച്ച് ആണ്ട ജോർജ് കുട്ടി അപ്പുറത്തെ പറമ്പിൽ പോയി കിടന്നത്. അതിന് അവൾ അങ്ങനെ പറഞ്ഞു. അവൾ അവിടെ കിടന്ന് പറഞ്ഞു കേട്ട് ശലോമോനിലും വലിയവനുണ്ടെന്ന്. എന്നിലും വലിയവനോ? എന്നാൽ അവളെ ഒന്ന് കാണണമല്ലോ. എന്നാൽ ഞാൻ തന്നെ അവളെ ഒന്ന് കണ്ടേ കൂട്ടിക്കൊണ്ട് വരാം. അപ്പം ഇവര് പറഞ്ഞ് തിരുമേനി പോകാതിരിക്കുന്നതാണ് നല്ലത്. തിരുമേനി ഉദ്ദേശിക്കുന്ന പെണ്ണല്ല അവള് കറുത്തൊക്കെ ആയിരിക്കുന്നത്, മെലിഞ്ഞൊക്കെ ആയിരിക്കുന്നത്, ഇരുന്നതൊക്കെ പറ്റിയൊക്കെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അവൾ ആ ശാസിച്ച ശാസനയും ഫലസനയും ഇപ്പോഴും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടല. തിരുമേനി വെറുതെ നാട്ട് മേടിക്കരുത്. അപ്പം തിരുമേനി പറഞ്ഞു എടാ വലിയ പെങ്കൊച്ചും നിങ്ങൾ വരെ എൻ്റെ ഇടയ്ക്ക് വന്നത് ശേബാരാഞ്ഞി കന്തയ്ക്ക. അവൾ കൊണ്ട് ഇവിടെ വന്ന് എനിക്ക് സമ്മാനമൊക്കെ തന്നു വെച്ചാൽ അവൾ പോയതാ. അവിടെ അത്ര നോക്കാം, അതൊന്ന് കന്തയ്ക്കായും ഇന്ത്യക്കായും ഒന്നും അല്ല, അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് പറഞ്ഞു. അപ്പം ശലോമൻ പറഞ്ഞു ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ശലോമൻ ഇവളെ കാണാനൊന്ന് പോയി. ഇനി ഓടിക്കുക അങ്ങ് പറയാം. ശലോമൻ ഇവളെ കാണാൻ ചെന്ന് എന്തിനേറെ ഇടയ്ക്കത്തെ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഇവളെ ബലാത്കാരമായി പിടിച്ചു. അപ്പം ശലോമൻ കാണാൻ ചെന്നത് എങ്ങനെയാണെന്നറിയാമോ? ചെന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി പല്ലക്കയിലാണ് ചെന്നത്. ശലോമൻ പല്ലക്കയിൽ അങ്ങോട്ട് ചെന്നു. ശലോമന്റെ പല്ലക്ക് എന്തുവാ? ശലോമന്റെ പല്ലക്ക് വായിച്ചേ 3:7 ഉത്തമഗീതം. ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, ശലോമോന്റെ പല്ലക്ക്. അപ്പൊ ഇയാള് പല്ലക്കയില. അന്ന് കാറൊന്നും ഇല്ലല്ലോ. അപ്പം ഭയങ്കര ഉന്നതന്മാർ പല്ലക്കയിലാണ് പോകുന്നത്, മഹാരാജാക്കന്മാരൊക്കെ. അപ്പം ശലോമോന്റെ പല്ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിൽ പോലല്ല. നമ്മുടെ കട്ടിൽ ഒരു കാല് കിടന്ന് നാടുക ഇരിക്കുമ്പോൾ കിറോ എന്നാ, പിന്നെ ബേസ് ബോർഡ് മടക്കി നമ്മളൊരു കാലിനടി വെച്ച്. ശലോമന്റെ പല്ലക്ക് അങ്ങനൊന്നുമല്ല. അയ്യോ എന്തോ മെച്ചമായ പല്ലക്ക. ശലോമന്റെ പല്ലക്കിന്റെ വിശേഷത 9-ാം വാക്യം വായിച്ച അമ്മാമേ. 9. ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. ലെബാനോനിലെ മരവാ, അല്ലാതെ കുറഞ്ഞ ഈട് നിൽക്കുന്നതാ. ആ മരം കൊണ്ടൊരു പല്ലക്കുണ്ടാക്കി. പിന്നെ അതിന്റെ മേക്കട്ടിക്കാലെന്നാ
അതിന്റെ മേക്കെട്ടിക്കാൽ അവൻ കൊണ്ടും ഏ വെള്ളി കൊണ്ടും ആ വായിച്ചു പൊന്നു കൊണ്ടും ആയിരം ഇരിപ്പിടം രക്താംബരം കൊണ്ടും പിന്നെ ഉണ്ടാക്കി. അതിന്റെ അന്തർഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ടും വിചിത്ര രചിതമായിരിക്കുന്നു. എന്റെ പൊന്നച്ചാ മതി മതി മതി, ഇത്രയിൽ ഒപ്പിച്ച് തന്നല്ലേ വലിയ കാര്യം. അപ്പൊ ശലോമോന്റെ പല്ലക്ക്, ഈ ശലോമോന്റെ പല്ലക്ക് നമ്മുടെ കട്ടിലും ദിവാങ്കോട്ടും സെറ്റിയും പോലല്ല, അത് ലെബാനോനിലെ മരം കൊണ്ടാണ്. ശലോമോൻ രാജാവിന് ലെബാനോനിലെ മരം കൊണ്ട് അവൻ പല്ലക്കുണ്ടാക്കി. അതിന്റെ മേക്കട്ടിക്കാല് വെള്ളി കൊണ്ടും ചാര് പൊന്നുകൊണ്ടും ഇരിപ്പടം രക്താംബരം കൊണ്ടും അതിന്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമാക്കി. അപ്പോൾ വിചിത്ര ഖചിതം. അപ്പോൾ അന്തർഭാഗവും ബഹിർഭാഗവും കണ്ടാൽ നമ്മൾ അന്നേരം ചാടി അതിനകത്ത് കയറും. ആ പരുവത്തിനാ പല്ലക്ക്. മേക്കട്ടിക്കാല്, പിന്നെ അതിൻ്റെ ചാര് പൊന്നുകൊണ്ട്, ഇരിപ്പടം രക്താംബരം, പിന്നെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമാക്കി വെച്ചിരിക്കുക. എന്തോ മെച്ചമുള്ള പല്ലക്ക. അപ്പം ഈ പല്ലക്കൽ ഇയാൾ കയറി വന്നതിനയച്ചാൽ യവന്മാർ നടന്നെങ്ങാണ്ടാ പോയത്. അതുകൊണ്ട് അവരെ മൈൻഡ് ചെയ്യാഞ്ഞത്. അപ്പം ചിലവന്മാർ ഞാൻ പല്ലക്ക ചെല്ലുമ്പം പല്ലക്കൽ ഇങ്ങനെ പല്ലുമൊക്കെ കാണിച്ച് ചെല്ലുമ്പോൾ എവള് പയ്യെ വീട് വന്നെങ്ങാണ്ടാ ഈ വിഡ്ഢി ചിന്തിച്ചത്. എവളാരാന്നറിയാമോ? അപ്പോൾ അവൻ പല്ലക്കൽ ഇങ്ങനെ പല്ലുമൊക്കെ കാണിച്ച് ഇങ്ങനെ ടച്ച് മൊബൈലും ഒക്കെ എടുത്ത് തട്ടി അങ്ങോട്ട് ഇങ്ങനെ വിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവള് ആത്മക്കണ്ണ് പ്രകാശിച്ചവളല്ലയോ, പരിശുദ്ധാത്മാവല്ലയോ ഇവളെ വളർത്തിയത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ഇവളിൽ കുടിയിരിക്കുകയല്ലയോ. ഇവള് ദൈവകൃപയെ വളർന്നു നിൽക്കുന്നവളല്ലയോ. അവള് ആത്മാവിൽ ദർശിച്ച് ഇവൻ്റെ പല്ലക്കല്ല കണ്ടത്. അപ്പം ഇവള് ശലോമോനിൽ വലിയവൻ വരുന്നത് ഇവള് കണ്ടു. വായിച്ചേ 104 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം. ശലോമോനിലും വലിയവൻ എങ്ങനെയാ വരുന്നത്? ശലോമോൻ ലോകത്തിന്റെ പ്രഭുവാകുന്ന ശലോമോൻ പല്ലക്കെ വരുമ്പോൾ ശലോമോനിലും വലിയവൻ വരുന്നത് അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ കെരൂബുകളെ എന്നൊരു പദമുണ്ടല്ലോ. അവൻ കെരൂബുകളെ വാഹനമാക്കി. ഇല്ലേ 104 എനിക്ക് തെറ്റിയതാണോ നോക്കട്ടെ. 104 അങ്ങനെ ആണല്ലോ. 104 വായിച്ചേ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. 18:10 വായിച്ച സങ്കീർത്തനം. അതാ അവൻ കെറൂബിനെ വാഹനമാക്കി പറന്ന് കാറ്റിന്റെ ചിറകിന്മേലിരുന്ന്. അപ്പം ശലോമോൻ പല്ലക്ക വരുമ്പോൾ ശലോമോനിലും വലിയവൻ വരുന്നത് കെറൂബിനെ വാഹനമാക്കിയ. ഇത് ആത്മക്കണ്ണ് തെളിഞ്ഞാലേ കാണുകയുള്ളൂ. കൃപയില്ലാത്ത അഭിഷേകമില്ലാത്ത നീ ശലോമോന്റെ പല്ലക്ക് കണ്ട് നീ മയങ്ങും. എന്നാൽ കൃപയുള്ള ദൈവപൈതൽ ശലോമോന്റെ പല്ലക്കല്ല കാണുന്നത്. അവൻ ശലോമോനിലും വലിയവൻ കെറൂബിനെ വാഹനമാക്കി വരുന്നു. കെറൂബുകൾ സറാബുകൾ ദൂതേരിവർ, കെറൂബുകൾ സറാബുകൾ ദൂതേരിവർ, സ്വർണ്ണക്കാകളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ, സ്വർണ്ണക്കാകളം കരത്തിലേന്തിയ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീ, വാനിൽ ലക്ഷോപലക്ഷം ദൂതർ ദേവിതേ നിദാ, ലക്ഷോപലക്ഷം. ഓ യോഗന്നാൻ വെളിപ്പാടിൽ കണ്ടപോൽ മേഘാരൂഢൻ, ഓ യോഗന്നാൻ വെളിപ്പാടിൽ കണ്ടപോൽ മേഘാരൂഢൻ. ഓ വാനിൽ വാനിൽ വരുന്ന വാഴ്ത്തുവീ, വാനിൽ വാനിൽ കെറൂബുകൾ സറാബുകൾ ദൂതരിവർ, കെറൂബുകൾ സറാബുകൾ. ഓ സ്വർണ്ണക്കാകളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ,
സ്വർണ്ണ കാകളങ്കാരത്തിലേന്തിയ വിശുദ്ധ ഗീത വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവേ വാനിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ശലോമോൻ പല്ലക്ക് വന്നപ്പോൾ അവൾ ശലോമോനിൽ വലിയവൻ വരുന്നത് കണ്ട് കെറൂബിനെ വാഹനമാക്കി. അതുകൊണ്ട് അവൾ മയങ്ങിയില്ല. അപ്പൊ ഇയാളുടെ എഴുന്നള്ളത്ത് കാണിച്ചു. ഇനി ഓടിച്ച് കമ്പിവാചകം പോലെ പറഞ്ഞ് നിർത്താം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എനിക്കിതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. അത് വാക്യങ്ങളൊക്കെ ചേർത്ത് അതിന് ഈ പരുവത്തിനുള്ള പാട്ടുമൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്തെങ്കിലേ അത് ഒക്കുള്ളൂ. പേരെന്തോ അമ്മമ്മയുടെ? കണ്ണാടി ലില്ലിക്കുട്ടി. എവിടാ വീട്? പാസ്റ്റർ വൈഫ്. അപ്പം പിന്നെ ഒത്തല്ലോ. ഈ നിങ്ങളൊക്കെ അമ്മമാരില്ലേ, നിങ്ങൾക്ക് അടുക്കളപ്പണിയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. എൻ്റെ അമ്മ ഞങ്ങളെയും പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ പഠിപ്പിക്കും, ജോലി ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ചില കാര്യം എല്ലാം അല്ലേ ചിലതറിയാം. ഈ നല്ല അമ്മമാർ, മിടുക്കി അമ്മമാർ, ഈ അപ്പന്മാർ മീൻ മേടിച്ച് കൊടുത്താൽ ചില അമ്മമാർ പരാതിനൊക്കെയുള്ള കാലം അമ്മ പറയാം, അത് ഇതിനെല്ലാം ചേർക്കേണ്ടതെല്ലാം ചേരാതെ ഞാൻ കറി വെക്കുകയല്ലെന്ന് പറയും. ഇല്ലേ? വെളിച്ചെണ്ണ വേണം, പിന്നെ എന്നാക്കെ വേണം പറ. ഒന്നുമില്ല, മീൻകറി വെക്കാനായാലും പഠിച്ചു പോകും രാത്രി. വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കരിയാപ്പില അത്യാവശ്യമാണ്. അങ്ങനെ അതിനൊക്കെ ചേരുവകളുണ്ടല്ലോ. അപ്പം അതെല്ലാം ചേരുവകളെല്ലാം ചേർത്തില്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. ഞാനും മീൻകറി വെക്കുന്നില്ല, മേടിച്ചുകൊണ്ട് വന്നിട്ട് വെക്കുന്നുള്ളെന്ന് പറയും. ബോധമില്ലാത്ത പെണ്ണുങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വെട്ടി അറിഞ്ഞിട്ടേച്ച് മുളക് പൊടി മാരിയിട്ടേച്ച് കലക്കി അടക്കുന്നു. അതൊരു സുഖമില്ല. നല്ല മീൻകറി കൂട്ടിയിട്ടുള്ളവർക്ക് അത് കൂട്ടുമ്പം അങ്ങനല്ലേ? അപ്പം അതിന് രീതികളുണ്ട്, വെക്കുന്നതിന് രീതിയുണ്ട്. ഇപ്പം കൺവെൻഷൻ ആയതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അത് ആ പരുവത്തിന് ചേരുംപടിയെല്ലാം ചേർത്ത് അതിൻ്റെ പരുവത്തിന് അമ്മയൊക്കെ പറഞ്ഞുകൊണ്ട് മീൻ കഴുകിയാൽ അതിൻ്റെ കണക്ക് വെള്ളം തെളിയണം. ഒടുവിലത്തെ വെള്ളം കൊണ്ട് മുഖം കഴുകണം എന്നാണ് അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. വല്യമ്മയൊക്കെ അങ്ങനെ ഒടുവിലത്തെ വെള്ളം കൊണ്ട്. എന്നാലും എൻ്റെ ഉളുമ്പല്ല. ഇത് ആരാ അങ്ങനെ കഴുകുന്ന? ബാബാന്ന് വെക്കുന്ന കാണാൻ രണ്ട് കൈ വെച്ച് നീട്ടേച്ച് ടാപ്പ് തുറന്നു വെച്ച് ബാബാന്ന് ആരെ. അപ്പം ഇത് പറഞ്ഞു തന്നെയാന്ന് ചോദിച്ചാൽ അത് ചെയ്യേണ്ട വിധത്തിലൊക്കെ ചെയ്തെങ്കിലേ അതൊരു ഗുണമാകും എന്ന് പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ രീതിയാണ്. അവർ പ്രസംഗ വിഷയം എടുത്താൽ ആ വിഷയം അവതരിപ്പിച്ച് അതിന് ചേരുംപടിയൊക്കെ വാക്യങ്ങൾ ചേർത്ത് തത്തുല്യമായ പാട്ടുമൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ പരുവത്തിന് ചേർത്തൊക്കെ ചെയ്തെങ്കിൽ എനിക്കൊരു തൃപ്തി വരുവുള്ളൂ. കേൾക്കുന്ന ചിലർക്കൊരു സന്തോഷം വരുവുള്ളൂ, എല്ലാവർക്കും അല്ല. അപ്പം അത് ഒന്നും ഒക്കുന്നില്ല. ഇവിടെ കുവൈറ്റ് വന്നിട്ട് ചേരുംപടി ചേർക്കാൻ ഒക്കുന്നില്ല. സമയമില്ല, ആർക്കും സമയമില്ല. പിക്നിക്കിനാന്ന് ഇഷ്ടം പോലെ. നമ്മൾ ഈ രാത്രി യോഗം കഴിഞ്ഞൊരു പിക്നിക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ ഡ്യൂട്ടി പോകുന്നില്ലെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവൾ അമ്മ ശിക്ഷിച്ച് ലാളിച്ച് പരുവത്തിന് വളർത്തിയതായതുകൊണ്ട് ഇവള് ശലോമോൻ്റെ പല്ലക്കല്ല കണ്ടത്, കെറൂബിനെ വാഹനമാക്കി ശലോമോൻ വലിയവൻ വരുന്നത് കണ്ടു. ഇനി ശലോമോൻ എഴുന്നള്ളി വരിക. രാജാക്കന്മാരെ അങ്ങനെ പള്ളി എഴുന്നള്ളത്തെന്നൊക്കെയല്ലേ, അവരെ മൊത്തം പള്ളി കൂട്ടിയ പള്ളിയറ, പള്ളിക്കെട്ടിലെ, പള്ളി എഴുന്നത്തുള്ളു, പള്ളി ഉറക്കം, മൊത്തം പള്ളിയാന്നല്ലോ വിഷയം. അപ്പൊ ശലോമോൻ ഇങ്ങനെ പള്ളി എഴുന്നള്ളത്ത്. എങ്ങനെയാ ശലോമോന്റെ എഴുന്നള്ളത്ത്? 3-ാം അധ്യായത്തിന്റെ 7-ന്റെ താഴത്തെ വാക്യം വായിച്ചേ. 7 മുതൽ വായിച്ചോ, അപ്പൊ പിന്നെ ഒത്തുക്കുമല്ലോ. ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റും. അപ്പൊ ശലോമോന്റെ എഴുന്നള്ളത്താ. ആ പല്ലക്കിന് ചുറ്റും ഇസ്രായേലിലെ വീരന്മാരൊരു 60 എണ്ണം അതിന്റെ ചുറ്റിലുമുണ്ട്. പിന്നെ അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. കണ്ടോ? മതി. അവരെല്ലാം വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ 60 വീരന്മാർ അതിന്റെ ചുറ്റിലും. അവ ഈ പല്ലക്കേൽ മേക്കട്ടിക്കാല് അത് പൊന്ന്, ചാര് വെള്ളി, ഇരിപ്പടം രക്തതാംബരം, അതിന്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതം. പിന്നെ അതിൻ്റെ എഴുന്നള്ളത്ത് ആ പ്രൗഢി, അവൻ്റെ ആ ആടയാഭരണങ്ങളെല്ലാം കൊണ്ട് ഉടുത്ത് ഇറങ്ങി ഒരു വരവും ആ എഴുന്നള്ളത്ത് മേക്കട്ടിക്കാലും കീക്കട്ടിക്കാലും. അപ്പോൾ മേക്കട്ടി 4 പേരവിടെ നിന്ന് മേക്കട്ടി. അപ്പോൾ ആ കീക്കട്ടി ഒരു 3 എണ്ണം നിൽക്കും. അപ്പോൾ അതിങ്ങനെ വരും, അറിയാമല്ലോ. അതാ മേക്കട്ടി ഇങ്ങനെ പിടിക്കും, കീക്കട്ടി ഇങ്ങനെ നിൽക്കും. അപ്പം വരുന്നവരെല്ലാം അങ്ങനെ എഴുന്നള്ളത്ത്. എല്ലാവർക്കും ഒന്നും മനസ്സിലാകുകയല്ല, അത് എത്രയൊക്കെ മനസ്സിലായാൽ മതി.
അപ്പം ഇങ്ങനെ എൻ്റെ പരുവത്തിന് വരിക. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പുള്ളിക്കാരുണ്ട്, ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന പുള്ളിക്കാരുണ്ട്. അതാ എഴുന്നള്ളത്ത് ആ പരുവത്തിന് ഇങ്ങോട്ട് വരിക. അപ്പോൾ ശലോമൻ ഇങ്ങനെ പല്ലക്കെ കയറി 60 വീരന്മാരൊക്കെ അതിൻ്റെ പരുവത്തിന് നിന്ന് എഴുന്നള്ളി ഇങ്ങോട്ട് വരുമ്പോൾ ഒരുമാതിരിപ്പെട്ടെല്ലാം ചെന്ന് അങ്ങോട്ടങ്ങ് മുത്തുക. ഇങ്ങോട്ട് വരണ്ടെന്നാ പറയാം. അങ്ങോട്ട് ചെന്നങ്ങ് ശലോമോൻ അപ്പൊ ചെന്നവനെല്ലാം മുത്തി. ചെന്നാൽ എഴുന്നള്ളത്ത് കണ്ട് അന്തം വിട്ടു. അങ്ങനെ എഴുന്നള്ളത്ത് കണ്ട് ഒരുമാതിരിപ്പെട്ടതെല്ലാം അങ്ങോട്ടങ്ങ് പോവുക, പല്ലക്കിനകത്തോട്ടങ്ങ് പോവുക. അപ്പൊ എവളും അങ്ങനെ വരുമെന്നാ ഈ വിഡ്ഢി വിചാരിച്ചത്. പക്ഷെ എവള് മിടുക്കിയ. ഇവള് ശലോമോന്റെ എഴുന്നള്ളത്ത് കണ്ട് ഒരുമാതിരിപ്പെട്ട ഈ പെണ്ണുങ്ങളെല്ലാം 5-6 രാജ്യത്തെ പെണ്ണുങ്ങളെല്ലാം ഇയാളുടെ ഭാര്യമാരാ. പറവോന്റെ പുത്രി നേരത്തെ ഈ പെണ്ണുങ്ങളെല്ലാം എഴുന്നള്ളത്ത് കണ്ട് എന്നതാ. കൊടുത്ത് പറഞ്ഞു, ഭയങ്കരമാകട്ടും ആണോ സൂസമ്മ? പിന്നെ ആ മേക്കട്ടി ഒന്ന് കാണേണ്ടതാ. സൂസമ്മ കണ്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെടി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പുകയും എഴുന്നള്ളത്തെ. അപ്പൊ അതൊക്കെ ഒന്ന് കാണേണ്ടതാ കേട്ടു. പിന്നെ കുട പിടിച്ചുള്ള നിപ്പും മേക്കട്ടിയുടെ കീഴിലൊരു നിപ്പും. ഓ അമ്മാമ്മേ. അപ്പൊ ഇതൊക്കെ കണ്ടു ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളെല്ലാം ചെന്ന് പട്ട് വീണു. അവിടെ ശലോമോന്റെ ഭാര്യ ആയി. അപ്പൊ എവള് വിക്കണക്കിന് വരുമെന്നും പറഞ്ഞ ഇവൻ എഴുന്നള്ളത്ത് കാണിച്ചിങ്ങോട്ട് വന്നപ്പോ ഇവൾ ആത്മക്കണ്ണ് തെളിഞ്ഞവളാ. കാരണം പരിശുദ്ധാത്മാവല്ലേ വളർത്തിയത്. ഉപദേശം കൊടുത്ത്, പ്രമാണം കൊടുത്ത്, വചനം പറഞ്ഞു കൊടുത്ത്, പത്യോപദേശം കൊടുത്ത് ദൈവകൃപയിലാണ് ഇവള് വളർന്നത്. അവള് ശലോമോന്റെ എഴുന്നള്ളത്തല്ല കണ്ടത്, അവള് ദൈവത്തിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അങ്ങ് പിരിയ. അല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കുകയല്ല, ഒന്നും പ്രസംഗിക്കാനൊക്കത്തില്ല. അവിടെ വായിച്ച് പോകാം. ദൈവത്തിന്റെ എഴുന്നള്ളത്ത് വായിച്ചേ. ദൈവത്തിന്റെ എഴുന്നള്ളത്ത് 68-ാം സങ്കീർത്തനത്തിന്റെ 24 മുതൽ വായിച്ചേ. ദൈവത്തിന്റെ എഴുന്നള്ളത്ത്, ശലോമോന്റെ എഴുന്നള്ളത്ത് അങ്ങനെ വരുമ്പോ ദൈവത്തിന്റെ എഴുന്നള്ളത്ത് അങ്ങനെ അല്ലല്ല, ഇവിടെ വായിച്ചേ. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. മറ്റേത് വേറെ എഴുന്നള്ളത്താ. ഏതാ? മേക്കട്ടി അല്ലിത്. ഇത് വേറെ ദൈവത്തിന്റെ എഴുന്നള്ളത്ത്. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പി നടന്നു, തപ്പകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്ന്. വൈരേ ഇസ്രായേലിന്റെ ഉറവിൽ നിന്ന് ആയുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനുണ്ട്. യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും നഫ്താലി പ്രഭുക്കന്മാരും. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചു. ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ശലോമോൻ പല്ലക്കേൽ എഴുന്നള്ളി വന്ന് ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളും സകല ആൾക്കാരും ഇവന്റെ എഴുന്നള്ളത്തും പല്ലക്കം കണ്ട് മയങ്ങി വീണപ്പോൾ ഇവള് ശലോമോന്റെ എഴുന്നള്ളത്തല്ല കണ്ടത്. ഇവള് സംഗീതക്കാർ മുമ്പിൽ, വീണക്കാർ എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ ശബ്ദവും സ്വരവും മേളിൽ നിൽക്കണം. ഈ വാദ്യോപകരണങ്ങളുടെ അതിന് താഴെ നിൽക്കാവൂ. ഇത് ഇവിടെ കുഴപ്പമില്ല. ചില കൺവെൻഷൻ എന്നാൽ ഏത് പാട്ടാന്ന് പോലും അറിയാൻ മേല. ഇതെല്ലാം കൊണ്ട് അടിച്ച് ഈ 3-4 പറ പോലെ വെച്ചേക്കുന്ന സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന ചങ്ക് കലങ്ങിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് ഓർക്കാപ്പുറത്താ. എന്തോ അക്രമമാണെന്നറിയാമോ? 1-2 അറ്റാക്ക് വന്നവരും അതൊക്കെ ഇട്ടേച്ച് വന്നിരിക്കുന്നവർ ഇതിനടുത്തിരുന്നാൽ. ഞങ്ങൾക്കൊരു തോമാസാറുണ്ടായിരുന്നു. പുള്ളി പഞ്ഞിയായിട്ടാണ് സഭായത്തിന് പോകുന്നത്. ഇത് അടി അങ്ങ് നോക്കുമ്പോൾ പുള്ളി പഞ്ഞി. ഒരിക്കൽ പുള്ളിക്ക് പഞ്ഞി കിട്ടിയില്ല. പഞ്ഞി കിട്ടാന്ന് പറഞ്ഞപ്പം പരുവക്കേടായെന്ന് മനസ്സിലായി. പഞ്ഞി എടുക്കാൻ മറന്നുപോയി. മറ്റേ പഞ്ഞി വെക്കും അധികം ശബ്ദം കേൾക്കാതിരിക്കാൻ. അന്ന് പഞ്ഞി കിട്ടിയില്ല. ഒരു കല്യാണത്തിനാണ്. അപ്പോൾ പാട്ടുകാർ സ്റ്റേജിൽ ഒന്ന് അടിച്ച് തകർക്കുക. കല്യാണം വലിയ ഓളം. അപ്പോൾ പുള്ളി നോക്കിയപ്പം പഞ്ഞിയില്ല, ഒന്നുമില്ല. പുള്ളി ആ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട്, അത് 2 എടുത്ത് അങ്ങ് വെച്ച് ശബ്ദം കുറയ്ക്കാണ്. നടന്ന കാര്യമാണ്. 2 ഡിസ്പോസിബിൾ ഗ്ലാസ്. അപ്പൊ ചിലതിന് അടുത്ത് ചങ്ക് കലങ്ങിപ്പോവും. അപ്പൊ ഈ പാട്ടിന്റെ ശുശ്രൂഷയുടെ വിധം, പാട്ടിന്റെ ശബ്ദവും സ്വരവും മേളിൽ നിൽക്കണം. ഏത് പാട്ടാണ്?
ഈ റജിപ്പാഷയുടെ അമ്മയ്ക്ക് നന്നായിട്ട് പാട്ടറിയാം. ഞങ്ങളുടെ കുഞ്ഞോളമ്മാമ്മയ്ക്ക് എന്നെ ഒത്തിരി പാട്ടുമൊക്കെ പഠിപ്പിച്ച പഴയ പാട്ടുകൾ നന്നായിട്ട് പാടും. പെങ്ങളും പാടും, അമ്മയും പാടും, നന്നായിട്ട് പാടും. നല്ല ശബ്ദമാണ്, സ്വരം. അപ്പം പാട്ടിൻ്റെ ശബ്ദവും സ്വരവും മേളിൽ നിൽക്കണം. വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദമൊക്കെ താഴെ. ഇതെല്ലാം ആവശ്യമാണ്, പക്ഷെ താഴെ നിൽക്കാതെ. സംഗീതക്കാർ മുമ്പിൽ, വീണക്കാർ പിമ്പിൽ, തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇങ്ങനെയൊക്കെ ആ എഴുന്നള്ളത്ത്. കർത്താവിന് മഹത്വം. അങ്ങനെ എഴുന്നള്ളി വന്ന മഹാദൈവത്തിൻ്റെ എഴുന്നള്ളത്ത് ശൂലേമി കണ്ടു. അതുകൊണ്ട് അവള് മയങ്ങിപ്പോയില്ല. ഞാനിനി താഴോട്ട് ഒത്തിരി വാക്യങ്ങളെടുത്ത് വേറെ വിഷയങ്ങൾ തുടക്കം തന്നതേ ഉള്ളൂ. ധാരാളം പ്രസംഗിക്കേണ്ടതാ. ഇങ്ങനെയൊക്കെ മിടുമിടുക്കിയായ നിൽക്കുന്ന ഇവള് ശലോമൻ്റെ എഴുന്നള്ളത്തും ഇവൻ്റെ ആ പല്ലക്കും ഒന്നും കണ്ട് മയങ്ങാതെ ഇവള് നല്ല ധൈര്യത്തോടെ നിന്നതുകൊണ്ടാണ് ഇവളെപ്പറ്റി സാക്ഷ്യം 1:9 പറഞ്ഞത്. എൻ്റെ വായിച്ച 1:9. വായിച്ച് 1:9. എൻ്റെ പ്രിയേ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന ഒന്നുകൂടെ വായിച്ചേ. കുറെ നേരം ആയില്ലേ പ്രിയ തെറ്റിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പ്രിയേ ഇനിയും തെറ്റിക്കാതെ വായിച്ചേ. പ്രിയേ വായിച്ചേ, വായിര്. എൻ്റെ പ്രിയേ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിച്ചിരിക്കുക. കണ്ടോ? അപ്പൊ ശലോമന്റെ പല്ലക്കും എവന്റെ ആ പല്ലും എവന്റെ എഴുന്നള്ളത്തും ഒന്നും കണ്ടിവള് മയങ്ങിയില്ല. അങ്ങനെ മയങ്ങാതെ നിന്നവളെ പറ്റി അലങ്കാര ഭാഷയിൽ ഉപമിക്കുക, നീ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയാ. അതന്നെ ശലോമൻ ഇത് പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ ഇയാൾ പണ്ട് കുതിരക്കച്ചവടത്തിന് എന്ന് പോയതാ. എവിടെ? മിസ്രയീമിൽ. അപ്പോക്ക് ഞാൻ ഇല്ല തള്ള കെട്ടിക്കൊണ്ട് വന്നത് ഫറവോന്റെ മകളെ. ചെന്നപ്പോൾ അവിടെ ഒരു വിവാഹ ശുശ്രൂഷ. അപ്പൊ ഇയാള് കുതിര, ഏറ്റവും നല്ല കുതിരകൾ മിസ്രയീമില്ല. ആ മിസ്രയീമിലുള്ള കുതിരകളിൽ ഏറ്റവും മെച്ചമുള്ള കുതിരയാണ് ഫറവോന്റെ രഥത്തിന് കിട്ടുന്നത്. ആ കുതിരയുടെ പ്രത്യേകത നല്ല പരിശീലനം ലഭിച്ച കുതിരയാ. ആ കുതിരയ്ക്ക് ഒത്തിരി വിശേഷതയുണ്ട്. ആ കുതിര അല്ല വിവരിക്കുന്നില്ല. ഈ കുതിരയെ കൊണ്ട് ആ ഫറവോന്റെ രഥത്തിന് അമിച്ച് കെട്ടുന്നത്. ആ കുതിര നല്ല മിടുമിടുക്ക് കുതിരയായിരിക്കും. പെൺകുതിരയ്ക്ക് ആ ശൗര്യം, വീര്യം. അപ്പോൾ ദൈവസഭയെ ഉപമിച്ചിരിക്കുക, നീ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് തന്നെ സദൃശ്യപ്പെടുത്തി. അതന്നെ ആ കുതിരയോട് സദൃശ്യപ്പെടുത്താൻ കാര്യം കുതിരയുടെ വിശേഷത. അതോടൊപ്പം ഏതായാലും വന്നതല്ലേ, അതോടെ കേട്ടേച്ചങ്ങ് പോകാം. കുതിരയുടെ വിശേഷത വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ട് കുതിരയുടെ വിശേഷത സ്ഫുടമായിട്ട് തെറ്റാതെ വായിക്കണം പ്രിയേ. വായിച്ചു, എടുത്തവര് വായിച്ചു. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്, നിനക്ക് അതിനെ വെട്ടുകിളിയെ പോലെ ചാടിക്കാമോ? കുതിരയ്ക്ക് നീയാന്നോ ശക്തി കൊടുത്തത്? അതിന്റെ കഴുത്തിന് കുഞ്ചിരോമം അണിയിച്ചത് ആരാ? നീയാന്നോ? അടുത്തത് അതിനെ വെട്ടുകിളിയെ പോലെ ചാടിക്കാം. വെട്ടുകിളി ഇങ്ങനെ ചാടി അതാ വെട്ടുകിളിയെ പോലെ ചാടിക്കാമോ? ചോദ്യമാ. അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. പിന്നെ അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. പിന്നെ അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. പിന്നെ അത് കൂശാതെ ഭയത്തെ പുച്ഛിക്കുന്നു. അടുത്തത് വാളിനോട് പിൻവാങ്ങുന്നില്ല, അത് വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല. പിന്നെ അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും വായിച്ചായാലും നമ്മൾ പോവാന്നല്ലോ. വായിച്ചോ. കിലുകിലിക്കുന്ന. പിന്നെ അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. ഒത്തിരി വിഴുങ്ങിയല്ലോ. എന്നാലും കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കത്തില്ല. ഫറവോന്റെ പെൺകുതിര കാഹളനാദം കേട്ടാൽ ഫറവോന്റെ പെൺകുതിര അടങ്ങി നിൽക്കത്തില്ല. കാഹളനാദം തൊനിക്കും തുറന്ന് ചെനയ്ക്കുന്നു. പടയും പടനായകന്മാരും മണത്തെടുക്കും. പിന്നെ നിന്റെ വിവേകത്താലോ മതി. ഇതാണ് കുതിരയുടെ വിശേഷത. ഇത് പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് ഏറെ സമയം വേണം.
അത് ഓരോ പദങ്ങൾ എടുത്തെടുത്ത് അങ്ങോട്ട് വിസ്തരിക്കേണ്ടതാ. രണ്ട് കാര്യം പറയാം. ചോദ്യം ചോദിക്കുക, എൻ്റെ പ്രിയേ, നീ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് നിന്നെ ഉപമിക്കുക. എല്ലാ കുതിരയും പിടിച്ച് ഫറവോന്റെ രഥത്തിന് കെട്ടത്തില്ല. മിടുമിടുക്കി കുതിരകളെ പെൺകുതിര, കുതിരശക്തിയാവുന്നില്ല വലുത്. അതിലും ഏറ്റവും മെച്ചം പെൺകുതിര. ഈ കുതിരയുടെ ഒരു വിശേഷത, ഈ ദൈവസഭയെ കുതിരയോട് ഉപമിക്കാൻ കാരണം, ഒന്ന്, ഈ കുതിരയ്ക്ക് മുഖപ്പട്ടയുണ്ട്. രണ്ട്, കുതിരയ്ക്ക് കടിഞ്ഞാനിടും. മൂന്ന്, ഈ കുതിര നന്നായിട്ട് പരിശീലിപ്പിച്ചെടുത്ത കുതിരയാ. ഒത്തിരി ഉണ്ടതല്ല, എല്ലാം പറയുന്നില്ല. മുഖക്കെട്ട എന്തിനാന്ന് ചോദിച്ചാൽ, വേറെ യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പം വേറെ ഒന്നും കണ്ട് തെറ്റരുത്. മനസ്സിലായോ? ഞാൻ നിങ്ങൾ പോർക്കളത്തിലാ. എനിക്കും നിങ്ങൾക്കും എതിരെ ഒരു എതിരാളി കൊണ്ട്. അത് മറ്റാരുമല്ല, പിശാച്. അവനാ നമ്മുടെ ഉന്നം. അവന്റെ പിടിയിരിക്കുന്നവനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. സുവിശേഷം അറിയിക്കണം, ലഘുലേഖ കൊടുക്കണം, അവന്റെ സുവിശേഷം പറയണം. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഒന്നും വന്ന് കണ്ണിപ്പെടരുത്. അതിനാ മുഖക്കട്ട. രണ്ട്, കടിഞ്ഞാൻ. കടിഞ്ഞാൻ എന്തിനാന്ന് ചോദിച്ചാൽ നിയന്ത്രണം, ആത്മസംയ. ഇത് ഇന്ദ്രിയങ്ങളാ, പഞ്ച ഇന്ദ്രിയങ്ങളാ. ഇതിനെ നിയന്ത്രിക്കണം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതെല്ലാം നിയന്ത്രിക്കണം. അതിനാ കടിഞ്ഞാൻ. എനിക്ക് ഇതൊന്നും പറയാഞ്ഞിട്ട് എനിക്ക് അങ്ങ് സങ്കടവും വരുന്ന സമയവും ഇല്ല. സ്തോത്രം. ഇനി നമ്മൾ എന്തെങ്കിലും വല്ല യോഗം നടത്തുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുകയല്ല, കർത്താവ് അനുവദിച്ച. നടത്തുമെന്ന് ഇനി ആരറിഞ്ഞു? ഇനിയും ദൈവത്തിൻ്റെ ഗീതം പോലാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ അങ്ങനെയുള്ള കുതിരയാണ് ഫറവോന്റെ രഥത്തിന് കൊണ്ട് അമിച്ച് കിട്ടുന്നത്. അപ്പോൾ ദൈവസഭയെ ഫറവോന്റെ രഥത്തിന്റെ കെട്ടുന്ന കുതിരയോട് ഉപമിക്കാൻ കാര്യം, നല്ല മിടുമിടുക്കി കുതിരകളാണ്. അതല്ലേ ചോദിക്കുക, നിനക്ക് ആ കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുത്തത്? അതിന് കുഞ്ചുരോമം കൊടുത്തത് നീ? കുഞ്ചുരോമം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നില്ലേ രോമം, നല്ല കുതിരയുടെ, നീയാണോ കൊടുത്തത്? പറയാ, അതിന് വെട്ടുക്കിളിയെ പോലെ നിനക്കൊന്ന് എന്ന് പറഞ്ഞാൽ ശലോമോന്റെ ഇടുന്നള്ളത്തും പല്ലും കണ്ടപ്പോൾ ഇവളങ്ങനെ ചാടിയില്ല. അവളവിടെ വല്ല ആത്മസംയമനത്തോടെ നിന്നു. ചില തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെട്ടുക്കിളി ചാടും പോലെ ഇങ്ങോട്ട് വന്നപ്പം അവർ പിന്നെ അവിടെ ഓണക്കളിക്ക് പോകുന്ന അന്നാ ബൈബിൾ പിടിച്ചു. ഞാൻ ഓണക്കളിക്ക് പോയി തുമ്പി തുള്ളി വെച്ച് വരാം. എന്തിനാ? നമുക്ക് ഇവിടെ തുള്ളലുണ്ട്, തുമ്പിയില്ലെന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ ക്രിസ്മസിൻ്റെ കരോൾ സംഘത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അന്നേരം ഉപവാസ പ്രാർത്ഥന. എന്നാൽ പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക്. അത് കഴിഞ്ഞപ്പോൾ അവിടെ പാർട്ടിയുടെ പരിപാടി. എന്നാൽ പിന്നെ അങ്ങോട്ട്. പിന്നെ ഇവിടെ കൺവെൻഷൻ. ഇങ്ങനെ ചാടി വെട്ടുകളിയെ പോലെ ചാടി. പക്ഷേ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിര അങ്ങനെ വെട്ടുകളിയെ പോലെ ചാടുകയല്ല, നല്ല ധീരതയോടെ നിൽക്കും. അത് യുദ്ധവും കാകളാന്നൊക്കെ മഹാഹാന്ന് ചെനയ്ക്കും. അതിന് ഇത് പടയൊന്നും പേടിയല്ല. ഇന്ന് രാത്രി ആമൻ ദൈവസഭയെ ഉപമിച്ചിരിക്കുന്നത് ധീരതയോടെ, ധൈര്യത്തോടെ, ഉശിരോടെ കർത്താവിനെ ആരാധിക്കണം. ശലോമോനിലും വലിയവനാകുന്ന യേശുവിനെ ആരാധിച്ചും യേശുവിനായി ആമ ജീവിതം സമർപ്പിച്ചും നമുക്ക് വേണ്ടി രക്തം ചിന്തി, നമുക്ക് വേണ്ടി പാപയാഗമായി, നമുക്ക് വേണ്ടി ജീവനെ തന്ന്, നമുക്ക് വേണ്ടി രക്തം ചിന്തി, നമുക്ക് വേണ്ടി യാഗമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകരുത്. സർപ്പ ഉപായത്താൽ ഹവ്വയെ ചതച്ചതുപോലെ ലോകത്തിന് പ്രഭുവാകുന്ന ശലോമോൻ ദാടിമോടികൾ കാട്ടി നിന്നെ വശീകരിച്ച് കൊണ്ടുപോകാൻ ചെല്ലുമ്പോൾ അവൻ വരങ്ങളും ഫലങ്ങളും പ്രാപിച്ച് നിറഞ്ഞിരിക്കുന്ന ദൈവപൈതൽ അതിനെ ശാസിച്ച് ഫറവോന്റെ രഥത്തിന്റെ കുതിരയെ പോലെ ധീരതയോടെ നിൽക്കണം. നമ്മുടെ ശിഷ്ടായി യേശുവിനെ വിട്ട് ജീവിക്കുവാൻ ധീരതയോടെ കർത്താവിനെ ആരാധിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.